അതാ ഞാൻ പറഞ്ഞത്, 2 പതിറ്റാണ്ട് മുമ്പ് അങ്ങനെ കാട്ടണില്ലേ, അങ്ങനെ പ്രസംഗിക്കണില്ലേ, എന്നാ എനിക്കെന്താ ഇങ്ങനെ പ്രസംഗിച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങൾക്കെന്താ ഇങ്ങനെ പ്രസംഗിച്ചാൽ, ഞങ്ങൾക്കെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് വർത്തമാനങ്ങൾ ഈ 2 പതിറ്റാണ്ട് ഇടയിൽ കേരളത്തിലെ പൊതുസമൂഹവും മുസ്ലിം സമുദായവും കേട്ടതല്ലേ. ഞാൻ ആരെയും പോസ്റ്റ്മോർട്ടം ചെയ്യണില്ല, പക്ഷെ സത്യം തിരിച്ചറിഞ്ഞേ പറ്റൂ. ഞാനൊരു പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറില്ല, ഈ റമദാൻ മാസത്തിൽ പ്രത്യേകിച്ചു. അള്ളാഹു, ഞാൻ ദ്വാരക്കുന്നു, ഇപ്പോൾ അതൊക്കെ അനുഭവിക്കുന്ന ആ സഹോദരൻ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ. വേദന ഉണ്ടോ? കുടുംബത്തിൽ നിന്ന് ഒരുത്തൻ പിന്നെ എന്ത് തന്നെ സംഭവിച്ചിട്ടായാലും മോശമായാൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഇത് ഉമ്മത്ത് മുഹമ്മദിന്റെ കുടുംബമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിന്റെ ഉമ്മ ഹബീബായ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആ വേദനയിൽ ഹൃദയം നൊന്തിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ തന്നെ ഈ പദം പറച്ചിൽ നടത്തുന്നത്, അല്ലാതെ മാറി നിന്നിട്ട് ചിരിക്കാനല്ല. ആ വേദനയിലൊക്കെ പങ്കുണ്ട്. പക്ഷേ ഇതാണ് സത്യം. പറയുന്നത് പോലെ തിരിച്ചു പറയാൻ പാടില്ല, ചെയ്യുന്നത് പോലെ തിരിച്ചു ചെയ്യാൻ പാടില്ല. നമ്മുടെ പെണ്ണുങ്ങളെ ആവശ്യമില്ലാത്ത ചെയ്താൽ തിരിച്ച് അനാവശ്യങ്ങൾ ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് പറ്റില്ല. മിൻ ഹൈസു ഇന്നക മുസ്ലിമുൻ, നീ ഒരു മുസ്ലിം ആയിരിക്കെ അത് പറ്റൂല, അതിന് സാധ്യമല്ല. കാരണം ഈ ആയത്ത് മുഴുവൻ പഠിപ്പിച്ച നീതിയില്ലാത്തതല്ല ഈ മതം, സമ്പൂർണ്ണ നീതിയാണ്, സമ്പൂർണ്ണ നീതി. ഈ മതത്തിന്റെ തന്നെ അടിത്തറ അതാണ്, ഈ മതത്തിന്റെ അടിത്തറ അതാണ്. എല്ലാ തലത്തിലും നോക്കൂ. ഒരു വലിയ സന്ദർഭം ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗങ്ങളിൽ ഉദ്ധരിക്കാറുള്ള ഒരു സന്ദർഭം ഞാൻ വിശദീകരിക്കാം. ഹിജ്റ 6-ാം വർഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യാൻ വേണ്ടിയുള്ള ഇഹ്റാം ചെയ്തുകൊണ്ട് പോകാൻ തൻ്റെ സ്വഹാബാക്കളോട് ആവശ്യപ്പെട്ടു. 1400ഓളം വരുന്ന സ്വഹാബാക്കൾ. ആ സ്വഹാബാക്കൾ മദീനയിൽ നിന്ന് കാതങ്ങൾ യാത്ര ചെയ്തിട്ട് മക്കയിലെത്താറായി. അപ്പോഴാണ് സുഹൈൽ എന്ന് പറയുന്ന ശത്രു, അതുപോലെ തന്നെ ഖുറൈശി പ്രമാണിമാർ വന്നിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സ്വഹാബാക്കളെയും തടഞ്ഞത്. അപ്പോഴും റസൂലുള്ളാഹി പറയുന്നത് സുഹൈൽ എന്ന് കേട്ടപ്പോൾ ലഖദ് സഹല ലക്കും മിൻ അംരിക്കും എന്നാണ്, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പാക്കി തരട്ടെ എന്നാണ്. ഒരു ശത്രു തന്നെ തടയുമ്പോൾ അയാൾക്ക് അഭിവാദ്യം ചെയ്യാനുള്ള മനസ്സ് കാട്ടിയവൻ മുഹമ്മദ് നബി അല്ലാതെ ചരിത്രത്തിൽ മറ്റാരുമില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് അങ്ങനെ പറയുന്നു. എന്നിട്ട് ഫജാ സുഹൈലുൻ, സുഹൈൽ വന്നിട്ട് പറഞ്ഞു, ഹാത്തി ഉക്തുബ് ബൈനനാ വ ബൈനക്കും കിതാബൻ, ഈ വർഷം പോകണ്ട, നമുക്കൊരു ഒരു സന്ധി വ്യവസ്ഥ ചെയ്യാം, സന്ധി വ്യവസ്ഥ ചെയ്യാം. ഫദഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കാത്തിബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ ഒരാളെ വിളിച്ചു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ. അലി തങ്ങൾ വന്നു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്തുബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ പറഞ്ഞു. എഴുത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ പറഞ്ഞു. അപ്പോൾ സുഹൈൽ പറഞ്ഞു, അമ്മർ റഹ്മാനു ഫവല്ലാഹി മാ അദ്രി മാ ഹുവ വലാകിൻ ഉക്തുബ് ബിസ്മില്ലാഹുമ്മ ബിസ്മികല്ലാഹുമ്മ എന്ന് എഴുതാൻ പറഞ്ഞു. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നിടത്ത് എന്തോ ഒരു പേടിയുണ്ട്. റഹ്മാൻ എന്ന് ഞങ്ങൾ പിന്നെ കേട്ടിട്ടില്ല ഇന്നേ വരെ, അതുകൊണ്ട് ബിസ്മികല്ലാഹുമ്മ എന്ന് എഴുതിയാൽ മതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഈ സന്ദർഭമൊക്കെ ഒന്ന് ശരിക്കും മനസ്സിലാക്കിക്കോ. ഫഖാലൽ മുസ്ലിമൂൻ, അപ്പൊ മുസ്ലിങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ നക്തുബുഹ ഇല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ മുസ്ലിങ്ങൾ ഏറ്റുപിടിച്ചു, വല്ലാഹി ലാ നക്തുബുഹ ഇല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഞങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ലാതെ എഴുതൂല എന്ന് പറഞ്ഞു മുസ്ലിങ്ങൾ. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ ഈ നേതാവ് എത്ര മനോഹരമായി ഇതൊക്കെ സമീപകാല ജീവിതത്തിലും നമ്മൾ കാണുമ്പോഴാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഓർത്തപ്പോഴും നമ്മൾ വിങ്ങിപ്പൊട്ടിയത്. മഹാനായ ഈ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രപിതാവും ഈ ഉമ്മത്തിന്റെ നായകനുമായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാ പറഞ്ഞത്, ഉക്തുബ് ബിസ്മികല്ലാഹുമ്മ, എഴുത് ബിസ്മികല്ലാഹുമ്മ എന്ന് എഴുത്. നമുക്കെന്താ ഛേദം? കേൾക്കണ്ട നിങ്ങൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതാൻ പറഞ്ഞു കൊടുത്ത്, റഹ്മാനെ ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ, അതുകൊണ്ട് അത് വേണ്ട, ബിസ്മികല്ലാഹുമ്മ എന്നെഴുതാൻ പറഞ്ഞു. സ്വഹാബാക്കൾ മുഴുവൻ ദേഷ്യപ്പെട്ടു. വല്ലാഹി ലാ നക്തുബു ഇല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ലാതെ എഴുതൂല എന്നായി. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഫഖാല ഉക്തുബ് ബിസ്മികല്ലാഹുമ്മ, എഴുത് ബിസ്മികല്ലാഹുമ്മ എന്നെഴുതി. തുമ്മ ഖാല, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെ എഴുതി കൊടുക്കാൻ മുഹമ്മദ് നബി പറഞ്ഞു കൊടുക്കുക, അലി റളിയല്ലാഹു അൻഹു കാത്തിബാണ്, അവിടെ നിന്ന് എഴുതാ, അടുത്തത് എഴുതാണ്, ഹാദാ മാ
ഖാല അലൈഹി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് എഴുതാൻ പോകുന്ന ഒരു സന്ധിയാണ്. ഫഖാല സുഹൈലുൻ. അപ്പൊ സുഹൈൽ ഒരു വളരെ മാന്യമായ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? വല്ലാഹി ലൗ കുന്നാ നഅലമു അന്നക റസൂലുള്ളാഹ് മാ സദദ്നാക അനിൽ ബൈതി വലാ ഖതൽനാക. പടച്ചോനാണ് സത്യം. ലൗ നഅലമു അന്നക റസൂലുള്ളാഹ്, ലൗ കുന്നാ നഅലമു അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാന്റെ റസൂലാണെന്ന് ഞങ്ങൾക്ക് വല്ല വിവരവും കിട്ടിയിരുന്നെങ്കിൽ, നേരത്തെ അതറിയാമായിരുന്നുവെങ്കിൽ, പിന്നെ എന്നാൽ മാ സദദ്നാ അനിൽ ബൈതി വലാ ഖതൽനാക, പിന്നെ ഞങ്ങൾ ഈ നിങ്ങൾ ഇപ്പോൾ ഉംറക്ക് പോകണ്ട, മസ്ജിദുൽ ഹറമിലേക്ക് പോകണ്ടെന്ന് ഞങ്ങൾ പറയുമായിരുന്നോ? വലാ ഖാതൽനാക, യുദ്ധം ചെയ്യുമായിരുന്നോ? നിങ്ങൾ റസൂലുള്ളയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാത്തത് തന്നെയല്ലേ പ്രശ്നം? എന്താ ചോദ്യം മാന്യല്ലേ? പക്ഷെ ആ ചോദ്യം മുസ്ലിമിന് അംഗീകരിക്കാനാവോ? അല്ലേ? മനസ്സിലായില്ലേ? ചോദ്യം മനസ്സിലായോ? വല്ലാഹി ലൗ കുന്നാ നഅലമു അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ റസൂലുള്ളയാണെന്നെങ്ങാനും ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, പിന്നെ നമുക്കിടയിൽ എന്തായിരുന്നു പ്രശ്നം? പ്രശ്നം അതല്ലേ? ഏതാണ് പ്രശ്നം? റസൂലുള്ളയാണെന്നാണ്. നിങ്ങൾ റസൂലാണെന്ന് വാദിക്കുന്നു, ഞങ്ങൾ അല്ലെന്ന് പറയുന്നു. വിഷയം അവിടെയാണ്. നിങ്ങളൊരു പുതിയ സന്ദേശം കൊണ്ടുവരുന്നു, ഞങ്ങളത് തെറ്റാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഹാദാമാ ഖാല അലൈഹി മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നെഴുതിയത് ശരിയാവൂല, വെട്ടണം. കാത്തിബ് എഴുതി പറഞ്ഞു, വല്ലാഹി ഞാൻ വെട്ടൂല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിൻ ഉക്തുബ് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് ഇങ്ങനെ പറഞ്ഞു, വല്ലാഹി ഇന്നി ലറസൂലുള്ളാഹ് വ ഇൻ കദ്ദബ്തുമൂനി ഉക്തുബ് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ്. റസൂലുള്ളാഹ് പറഞ്ഞു, വല്ലാഹി ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്, അതിലൊരു സംശയം എനിക്ക് ഉണ്ടായിട്ടില്ല. വ ഇൻ കദ്ദബ്തുമൂനി, നിങ്ങൾ എന്നെ സമ്മതിക്കുന്നില്ലായിരിക്കാം, എന്നെ നിഷേധിക്കുന്നുണ്ടാകാം, പക്ഷേ തൽക്കാലം നിങ്ങളുടെ വാദത്തെയും ഞാൻ അംഗീകരിക്കുന്നു. ഉക്തുബ് മുഹമ്മദ് ബിന അബ്ദില്ലാ എന്നെഴുതാൻ പറഞ്ഞു. ഏതാ പേര്? മുഹമ്മദ് ബിൻ അബ്ദില്ല. ആർക്കറിയുന്ന പേര്? ഖുറൈശികൾക്കറിയുന്ന പേര്. ആ പേരെന്നെ എഴുതാനാണ്. ഞാൻ റസൂലാണ്, സമ്മതിച്ചു. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ അതേ പറയൂ. പക്ഷേ ഇന്നി റസൂൽ, ഇവിടെയൊക്കെ കാര്യം മനസ്സിലാക്കണം, ഞാൻ മുസ്ലിമാണ്, അതിലൊന്നും യാതൊരു തർക്കം ഉണ്ടാവാൻ പാടില്ല. മുസ്ലിം അവന്റെ ഈ ഉടുവസ്ത്രം, അതായത് ഇസ്ലാം എന്ന ഈ പരിശുദ്ധമായ ആദർശബോധത്തെ ഒഴിവാക്കിയിട്ട് ആരുടെയും കൂടെ പോകാൻ ആര് പറഞ്ഞില്ല? പക്ഷെ സമാധാനം നിലനിൽക്കാനുള്ള ചില സന്ധിവാക്കുകളുടെ അനിവാര്യമായ ആവശ്യങ്ങൾക്ക് മുമ്പിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി ഇന്നി ലറസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞാനിതാ സാക്ഷ്യം വയ്ക്കുന്നു. വ ഇൻ കദ്ദബ്തുമൂനി, നിങ്ങൾ എന്നെ കളവാക്കിയാൽ. അതുകൊണ്ട് വലാകിൻ ഉക്തുബ് മുഹമ്മദ് ബിൻ അബ്ദില്ല, എഴുതിക്കോ, മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതിക്കോ. ലാ യസ്അലൂനനി, അപ്പോൾ സുഹൈൽ പറഞ്ഞു, ഒരു ചാണ് പോലും നിങ്ങൾ ഈ പരിശുദ്ധമായ മക്കയിലേക്ക് അടുക്കാൻ നിങ്ങൾ എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ ഒരു വാദം കൊണ്ടുവന്നു, വലാന്നഹു ലാ യഅതീക മിന്നാ റജുലുൻ വ ഇൻ കാന അലാ ദീനിക് ഇല്ലാ റദത്തഹു ഇലൈനാ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഒരു സന്ധി കരാറാണ്. എന്താ? ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ പക്ഷത്തേക്ക് വന്നാൽ, ഒരു പക്ഷേ വ ഇൻ കാന അലാ ദീനിക്, നിങ്ങളുടെ മതം വിശ്വസിച്ചുകൊണ്ടായിരിക്കാം അയാൾ വരുന്നത്, എന്നാലും ഇല്ലാ റദത്തഹു ഇലൈനാ, അയാളെ തിരിച്ചു വിട്ടേക്കണം. അത് കേട്ടപ്പോ മുസ്ലിങ്ങൾക്ക് സഹിച്ചില്ല. ഖാലൽ മുസ്ലിമൂന സുബ്ഹാനല്ലാഹ് കൈഫ യുറദ്ദു ഇലൽ മുശ്രിക്കീൻ വഖദ് ജാഅ മുസ്ലിമാ. എങ്ങനെ തിരിച്ചുവിടാനാണ്? അയാൾ മുസ്ലിമായി ഇവിടെ വന്നാൽ അയാളെ തിരിച്ചുവിടണമെന്ന് പറയുന്ന സന്ധിയെ എങ്ങനെ അംഗീകരിക്കാനാണ്? ഇത് കേട്ട് ഇതും അള്ളാഹുവിന്റെ റസൂൽ ഒപ്പിടുമ്പോഴാണ് ഫബൈനമാഹും കദാലിക് ഇദാ ജാ അബൂ ജന്ദൽ ഇബ്നു സുഹൈൽ ഇബ്നു അംർ വയർസുഫു ഫീ ഖുയൂദി. ആ സമയത്ത് അകലെ നിന്ന് രണ്ടാളുകൾ വരുന്നുണ്ട്. രണ്ടാളുകളും ചങ്ങലയിലാണ്. ഫീ ഖുയൂദി, ചങ്ങലയിലാണ്. ചങ്ങലയിൽ വന്നിട്ട് വഖദ് ഖറജ മിൻ അസ്ഫലി മക്കത്ത, മക്കയുടെ താഴ്ഭാഗത്തു നിന്നാണ് അവർ വന്നത്. ഹത്താ റമാ ബിനഫ്സിഹി ബൈന ളുഹുരിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ മുമ്പിലാണ് വന്നിട്ട് അവർ വീണു.
ഈ സാഹചര്യം മനസ്സിലാക്കണം. ഓടി വന്നിട്ട് മുസ്ലിങ്ങളുടെ മുമ്പിലാണ് വന്നിട്ട് വീണു. ഫഖാല സുഹൈലുൻ, അപ്പൊ സുഹൈൽ പറഞ്ഞു, ഖുറൈശി നേതാവ് പറഞ്ഞു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു മൻ ഉഖാലിക അലൈഹി അൻ തറുദ്ദഹു ഇലയ്യ. ദാ ഈ കരാർ ഇപ്പൊ ശരിയാകോ ഇല്ലേ എന്നറിയാൻ ഈ ഒരു സന്ദർഭം മതി. രണ്ടാളുകൾ വന്നിട്ടുണ്ട്, ഇപ്പൊ തിരിച്ചുവിടോ ഇല്ലയോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനൊരിക്കലും ഈ സന്ധിയെ ഞാനൊരിക്കലും ഞാൻ ഇന്നാലം നഖ്ദിൽ കിതാബ ബഅദു, ഈ കിതാബ് ഈ സന്ധി ഞാൻ പൊളിക്കൂല. ആ സമയത്ത് സുഹൈൽ പറഞ്ഞു, അബൂജന്തൽ പറഞ്ഞു, അബൂജന്തൽ റളിയല്ലാഹു അൻഹു മുസ്ലിമായി വന്ന അബൂജന്തൽ പറഞ്ഞു, ഐ മഅ്ശറൽ മുസ്ലിമീൻ ഉറദ്ദു ഇലൽ മുശ്രിക്കീൻ വഖദ് ജിഅതു മുസ്ലിമാ അലാ തറൗന മാ ഖദ് ലഖീത് വകാന ഖദ് ഉദ്ദിബ അദാബൻ ശദീദൻ ഫില്ലാഹ്. മഹാനായ അബൂജന്തൽ ചോദിക്കാണ്, ഉറദ്ദു ഇലൽ മുശ്രിക്കീന, എന്നെ മുശ്രിക്കീങ്ങൾക്ക് തിരിച്ചു കൊടുക്കാണോ? ഒരു മനുഷ്യൻ വന്നിട്ട്, മുസ്ലിമായി വന്ന ഒരു മനുഷ്യൻ, പീഡനങ്ങളുമായി വന്നു നിൽക്കുന്ന മനുഷ്യൻ മുഹമ്മദ് നബിയുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഈ സന്ധി പൊളിക്കാൻ എനിക്ക് വയ്യ. ഉറദ്ദു ഇലൽ മുശ്രിക്കീൻ, എന്നെ നിങ്ങൾ മുശ്രിക്കീങ്ങൾക്ക് തിരിച്ചു കൊടുക്കാണോ? വഖദ് ജിഅതു മുസ്ലിമാ, ഞാൻ മുസ്ലിമായി ഇവിടെ വന്നതാണ്. അലാ തറൗന മാ ഖദ് ലഖീതു, ഇപ്പോൾ ഇതുവരെ എന്നെ ഇവർ പീഡിപ്പിച്ച പീഡനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? എൻ്റെ ശരീരത്തിൻ്റെ മുറിപ്പാടുകൾ, ഇവർ കെട്ടിയിട്ട ചങ്ങലക്കെട്ടുകൾ, ഈ പീഡനങ്ങളുടെ ഈ ദുരന്തങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്തേ നിങ്ങളിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു. വകാന ഖദ് ഉദ്ദിബ അദാബൻ ശദീദൻ ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതികഠിനമായ ശിക്ഷയാണ് ആ പാവപ്പെട്ട മനുഷ്യൻ ഏറ്റുവാങ്ങിയത്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, അബൂജന്തൽ തിരിച്ചു പോകണം, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, അബൂജന്തൽ തിരിച്ചു പോകണം. അത് കേട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതിങ്ങനെ, ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു ഫഅതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു അലസ്ത നബിയല്ലാഹി ഹഖ്ഖാ. അതൊരു വേദനയുള്ള വർത്താനം. ഞാൻ അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ ചെന്നിട്ട് ചോദിച്ചു, അലസ്ത നബിയല്ലാഹി ഹഖ്ഖാ, നിങ്ങൾ റസൂൽ തന്നെയല്ലേ? ചോദിച്ച നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങൾ ഉറങ്ങിയോ? അലസ്ത നബിയല്ലാഹി ഹഖ്ഖാ, നിങ്ങൾ റസൂൽ തന്നെയല്ലേ? ഇവിടെ ഇത്രയും വന്നപ്പോഴേക്കും നിങ്ങൾ അങ്ങ് പേടിച്ചു പോയോ? ഈ സന്ധിയെ മാറ്റി നിർത്തി അതിനെ കാറ്റിൽ പറത്തി നമുക്കെന്തേ മുന്നോട്ട് പോയിക്കൂടാ? അലസ്ത നബിയല്ലാഹി ഹഖ്ഖാ ഖാല ബലാ. ഖാല ബലാ, അഷ്റഫുൽ ഖൽഖ് പറയാണ്, അതേ ഉമറേ, ഞാൻ റസൂൽ തന്നെയാണ്. ഒരു വിഷമാണ് അവിടെ, ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ? ആരാ ചോദിക്കണത്? നബിയുടെ ഏറ്റവും വത്സലനായ ശിഷ്യന്റെ ചോദ്യം, അലസ്ത നബിയല്ലാഹി ഹഖ്ഖാ. ഈ ദാരുണമായ ചിത്രം കണ്ടിട്ട് സഹിക്കാനാവണില്ല. തങ്ങളുടെ മുമ്പിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധ വചനങ്ങൾ വിശ്വസിച്ചതിൻ്റെ പേരിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട്, കടുത്ത ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങിയിട്ട് ഓടി വന്ന മനുഷ്യനോട് പൊക്കോളാൻ പറഞ്ഞപ്പോൾ വേദന കൊണ്ട് ചോദിച്ചു പോകാണ്, അലസ്ത നബിയല്ലാഹി ഹഖ്ഖാ, എന്തേ നിങ്ങൾ തന്നെയല്ലേ നേരത്തെ ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു തന്നത്? ഖാലു ബലാ ഖാല ബലാ. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, അതേ ഉമറേ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയാണ്. ഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, അലസ്നാ അലൽ ഹഖ് വ അദുബ്നാ അലൽ ബാത്തിൽ, നമ്മൾ ഹക്കിൻ്റെ മേലും നമ്മുടെ ശത്രുക്കൾ ബാത്തിലുമല്ലേ? ആരാ ചോദിക്കണത്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖാല ബലാ, അപ്പോഴും അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, അതേ അങ്ങനെ തന്നെയാണ്. ഖുൽതു, അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു, ഫലിമൻ ഉഅ്തിദ്ദനിയത ഫീ ദീനിനാ ഇദൻ, പിന്നെന്തിനാ നബിയെ ഇപ്പോൾ നമ്മൾ ഈ നമ്മുടെ മതത്തിന് ഇങ്ങനൊരു പരിഹാസം കൊടുക്കേണ്ട ആവശ്യം? ഇതൊക്കെ തന്നെയല്ലേ ചോദിക്കുന്നത് അല്ലേ? ഈ വൈകാരികതയെ ഞാൻ സമ്മതിക്കുന്നു കൂട്ടരെ. ഈ വൈകാരികത നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ മതവുമായി യാതൊരു വൈകാരിക ബന്ധവും ഇല്ല എന്നാണ്. ഞാൻ ആ വൈകാരിക ബന്ധത്തെ എൻ്റെ നെഞ്ചിലേറ്റിയിട്ടാണ് ഈ അവസ്ഥയെയും ഈ ചരിത്ര മുഹൂർത്തത്തെയും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അല്ലാതെ ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് പറയാനല്ല. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാനും നിങ്ങളും ജനിച്ച ഈ മണ്ണ്, ഈ മണ്ണിൻ്റെ കാലുഷ്യവും ബുദ്ധിമുട്ടും, ഈ സമുദായം അനുഭവിക്കേണ്ടി വരുന്ന വേദനകളും പിടച്ചിലും എല്ലാം നെഞ്ചിലേറ്റിയിട്ടാണ്. പക്ഷേ ഈ വാക്ക് കേട്ടോളൂ, അല്ല നബിയെ, ഫലിമൻ ഉഅ്തിദ്ദനിയത ഫീ ദീനിനാ ഇദൻ,
ഇപ്പോ നമ്മുടെ മതത്തിനെന്തിനാണ് ഈ നിന്ദ്യത നിങ്ങൾ പ്രദാനം ചെയ്യണം? എന്തിനാ റസൂലെ ഇപ്പോ നിങ്ങൾ അവർക്കെതിരെ യുദ്ധം ചെയ്ത് ജയിച്ചു കയറുന്നതിന് പകരം ഇവിടെ സമ്മതം പറഞ്ഞു നിന്ന്, ഇവിടെ സംയമനം പറഞ്ഞു നിന്ന് സമുദായത്തെ താരാട്ട് പാട്ടി ഉറക്കണോ? ആ ചോദ്യം ആര് ചോദിച്ചതാണ്? ഇവിടെ ഒന്നുമല്ല ചോദിച്ചത്, അവിടെയാണ് ചോദിച്ചത്. ആര്? ഉമർ ബിൻ ഖത്താബ് തങ്ങൾ റളിയല്ലാഹു അൻ. ഫലിമനുഅതി ദീനനാ അദ്ദനിയത ഇദൻ നബിയേ ഫലിമ തുഅതി. എന്തിന് നബിയെ ഇപ്പോ സ്വന്തം മതത്തിന് ഈ നിസ്സാരമായ അപഹാസ്യത കൊടുക്കണം? ഇങ്ങനെ ഈ നാണം കെടണോ റസൂലേ? ഇങ്ങനെ നാണം കെടണോ റസൂലേ? ചെറുപ്പക്കാരെ ശരിക്കും ചിന്തിച്ചോളൂ. ആ ചോദ്യം ആലോചിച്ച് നോക്കിയേ. സമുദായത്തെ സംയമനത്തിന്റെ താരാട്ട് പാടണോ? ചെറുപ്പക്കാർ കുറെ കൂടിയില്ലേ, അപ്പോ താരാട്ട് പാടണ്ട, അല്ലാഹു അക്ബർ, താരാട്ട് പാടണ്ട. ഈ ചോദ്യത്തിന്റെ മറുചോദ്യമാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ചോദ്യം. അന്നുണ്ടായതൊന്നും ഇന്നില്ല. അന്നുണ്ടായതിന്റെ 10% അസഹനീയമായ വേദനയും ഉൾപ്പെടുത്തലൊന്നും ആർക്കുമില്ല. ഉണ്ടോ? എന്തിനാ നബിയെ ഇങ്ങനെ ആവണം? ഖാല, റസൂൽ പറഞ്ഞു, ഇന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. വലസ്തു അസീ, ഞാൻ അല്ലാഹുവിനോടൊരിക്കലും, ഞാൻ എൻ്റെ റബ്ബിനോടൊരിക്കലും നിന്ദ്യത കാട്ടൂല. എൻ്റെ റബ്ബിനോട് ഞാൻ തെറ്റ് ചെയ്യൂല. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. വഹുവ നാസുരി, അവൻ എന്നെ സഹായിക്കും. ഖുൽതു, അപ്പം ഞാൻ ചോദിച്ചില്ല, ഫഇന്നക ആതി വമുതവ്വിഫും ബി, എന്നാ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? നിങ്ങൾ നേരെ പോകണം, മസ്ജിദുൽ ഹറാമിൽ ചെല്ലണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് കഅബത്തു ശരീഫയെ തവാഫ് ചെയ്യണം. നമ്മുടെ ഉംറ പൂർത്തിയാക്കണം. നമ്മൾ മുന്നോട്ട് വച്ച കാല് പിന്നോട്ട് വെക്കാൻ നബിയെ അങ്ങ് സമ്മതിച്ചു കൊടുക്കരുത്. ആരാ പറഞ്ഞത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നീ റസൂലുള്ളാഹ്, ഉമറേ ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹു എന്നെ ഒരിക്കലും കൈവടിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഉമറേ. ഈ തീരുമാനമാണ്. ഖാല, ഉമർ തങ്ങൾ പറയാണ്, ഞാൻ നേരെ ചെന്നു. അത്തൈതു അബൂബക്കറിൻ റളിയല്ലാഹു അൻ, ഞാൻ അബൂബക്കറിന്റെ മുമ്പിൽ ചെന്നു. അബൂബക്കറും റസൂലും ഏതാണ്ട് ഒരേ പ്രായം, ഏതാണ്ടൊരു പ്രായം. അബൂബക്കറിന്റെ മുമ്പിൽ ചെന്നിട്ട് ചോദിച്ചു, ഫഖുൽതു യാ അബൂബക്കർ അലൈസ ഹാദാ നബിയുല്ലാഹി ഹഖാ. എന്തേ, ഈ മനുഷ്യൻ നബി തന്നെയല്ലേ? ചോദ്യം ചോദിക്കുമ്പോൾ വിക്ഷുബ്ധത മനസ്സിലാക്കണം. വെറുതെ ചോദിച്ചൊന്നുമല്ല, അള്ളാഹു കാക്കട്ടെ. ആ ചോദ്യത്തിന് അർത്ഥം വെക്കാൻ എനിക്ക് പേടിയാവാം, പക്ഷെ ആ വിക്ഷുബ്ധത നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫറൂഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. അലൈസ നബിയുല്ലാഹി ഹഖ, എന്താ നബിയല്ലേ എന്ന ചോദ്യത്തിന്റെ അർത്ഥം അത്രേ ഉള്ളൂ. ദേഷ്യം അടക്കാനാവാതെ വന്നപ്പോ പുണ്യനബി പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സമൂഹത്തെ ജയിച്ചടക്കി അങ്ങോട്ട് കടന്നു ചെല്ലണ്ടെന്ന്. മറുഭാഗത്താണെങ്കിൽ മുസ്ലിങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്നിട്ടുള്ള മുസ്ലിമായ മനുഷ്യനെ പോലും തിരിച്ചയക്കുന്ന ഗതികേട്. ഈ ഗതികേടിന്റെ മുമ്പിലാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ വർത്തമാനം. ഞാൻ എങ്ങനെ പറഞ്ഞു? അബൂബക്കറും അപ്പോ എന്നോട് പറഞ്ഞത്, ഇന്നഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. നേതാവ് അതാണോ? നേതാവിനെ കേൾക്കണം. ഇന്ന് ഉമ്മത്തിന് സംഭവിച്ചത് നേതാവ് ആരാണെന്ന് തീരുമാനിക്കുന്നിടത്ത് സംഭവിച്ചപ്പോഴാ. എല്ലാവരും നേതാക്കന്മാരാ. നല്ലത് പറഞ്ഞതിനേക്കാളും ഭേദം ഒടക്കടാ തല്ലടാ കുത്തടാ എന്ന് പറയണതൊക്കെ നേതാവാക്കുകയും തക്ബീർ വിളിക്കുകയും ചെയ്യുന്ന സമുദായം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയം എടുത്തിട്ടത്. ഇന്നഹു റസൂലുള്ളാഹ്, അതെ അതാണ് അല്ലാഹുവിന്റെ റസൂല്. അല്ലാഹു ഒരിക്കലും ആ മനുഷ്യനെ പാഴാക്കില്ല. അതുകൊണ്ട് ഉമർ, അടങ്ങ്, നിങ്ങളുടെ ക്ഷോഭമടക്ക്. നിങ്ങൾക്ക് വൈകാരികമായ ഈ ഒരു ബോധമുണ്ടെങ്കിൽ അതടക്ക്. വിചാരമാണ് വലുത്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോ അടങ്ങി നിൽക്കണമെന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് റളിയല്ലാഹു അൻഹു. എന്നിട്ടും ആ ജനതയുടെ മനസ്സിൽ ആ വികാരമുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ആ വികാരം നിലനിൽക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട സമൂഹത്തോടായി പറഞ്ഞു, നിങ്ങളിപ്പോ ഈ വർഷം ഉംറ ചെയ്യാനാവാത്തത് കൊണ്ട് തിരിച്ചു പോകാനാണ് കൽപ്പന വന്നിട്ടുള്ളത്. അതുകൊണ്ട് തിരിച്ചു പോകണം. അതുകൊണ്ട് നമ്മൾ തഹല്ലുലാകണം, ഹദിയർക്കണം.
പുണ്യനബി കൽപ്പിച്ചു. ആ കൽപ്പന വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയുമ്പോഴും ഒരൊറ്റ കുട്ടി അനങ്ങണില്ല. നബി അങ്ങനെ പറയാം. നബി പറഞ്ഞാൽ പിന്നെ ഒരൊറ്റ കുഞ്ഞ് ചെയ്യാതിരിക്കുന്നൊരു സന്ദർഭം ഇതിനു മുമ്പില്ല, ചരിത്രത്തിലുമില്ല. പക്ഷെ റസൂൽ അത് പറഞ്ഞിട്ടും ഒറ്റ കുഞ്ഞനങ്ങില്ല. ചിലടത്ത് പെൺബുദ്ധിക്ക് അപാരതയുണ്ട്, പെണ്ണുങ്ങളുടെ ബുദ്ധിയെ. റസൂൽ പോലും ഇങ്ങനെ വല്ലാതെ സ്വഹാബത്തിനോട് ഇത് പറയാ. റസൂൽ അത് പറഞ്ഞിട്ട് ഒറ്റ കുട്ടി അനങ്ങണില്ല. എന്ത് ചെയ്യാ? നിങ്ങൾ തഹല്ലുലാകണം, നിങ്ങൾ ഹദി അറുക്കണം, എന്നിട്ട് മദീനയിലേക്ക് തിരിച്ചു പോകണം. ആരാ പറയണത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടിട്ട് ഒരൊറ്റ കുട്ടി ഫവല്ലാഹി മാ ഖാമ മിൻഹും റജുലുൻ ഹത്താ ഖാല ദാലിക സലാസ മർറാത്ത്. 3 പ്രാവശ്യം റസൂലുള്ളാഹി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഒറ്റ കുട്ടി എണീറ്റിട്ടില്ല. മാ ഖാമ മിൻഹും റജുലുൻ, ഒറ്റ മനുഷ്യനങ്ങൾ എണീക്കണില്ല. ചെയ്യാൻ പറയുന്നത് റസൂലുള്ളാഹി, എന്നിട്ടങ്ങ് അനങ്ങണില്ല. ആ സമയത്ത് മഹദി ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, യാ നബിയല്ലാഹ് അതുഹിബ്ബു ദാലിക്, നിങ്ങൾക്ക് പറ്റുമോ അത് ചെയ്യാൻ? എന്നാൽ ഖുർജ് സുമ്മ ലാ തുകല്ലിം അഹദൻ മിൻഹും കലിമതൻ ഹത്താ തൻഹറ ബദനക വതദ്ഉ ഹാലികക ഫയഹ്ലികക. നബി എന്ത് ചെയ്തോളൂ? നിങ്ങൾ ഇറങ്ങിയിട്ട് നിങ്ങൾ ഹദിയർക്കണം, എന്നിട്ട് നിങ്ങൾ മുടിവടിക്കണം, എന്നിട്ട് നിങ്ങൾ മദീനയെ ലക്ഷ്യമാക്കി നടക്കുകയും ചെയ്യണം റസൂലേ. അപ്പ കാണാം ഈ ജനത എന്ത് ചെയ്യുന്നു എന്ന്. മുസലമ റളിയല്ലാഹു അൻഹ അത് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് ഹദിയർക്കുകയും തലവടിക്കുകയും ചെയ്തിട്ട് മദീനയെ ലക്ഷ്യമാക്കി പുണ്യനബി കാലെടുത്ത് വെച്ചപ്പോഴേക്കും ആളുകളൊക്കെ എണീറ്റു. തങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ മദീനയിലേക്ക് പോകുന്നു എന്ന് വന്നപ്പോൾ മുഹമ്മദ് നബിയുടെ മുമ്പിലിരുന്ന് ക്ഷോഭമടക്കാനാവാതെ ദേഷ്യം പിടിച്ച ആ ജനത മുഴുവനും എഴുന്നേറ്റിട്ട് ഹദിയർത്തു, തലവടിച്ചു. നബി തിരുമേനി ചെയ്ത പോലെ തഹല്ലുലായി ഹബീബിൻ്റെ കൂടെ മദീനയിലേക്ക് നടന്നു. മദീനയിലേക്ക് നടക്കുമ്പോഴാണ് ഖുർആൻ പറഞ്ഞത്, ഇതാണ് വിജയം, മറ്റതല്ല വിജയം, ഇതാണ് വിജയം. കൂട്ടരെ, ഒരു മനുഷ്യൻ ഒരു വിവരക്കേട് ചെയ്തു. വെറും പിന്നെ വിവരക്കേടാണ്, മഹാവിഡ്ഢിത്തം. അയാൾ അങ്ങനെ ചെയ്തു എന്നത് ശരി, എന്നത് ശരി. കേരളത്തിലെ പൊതുസമൂഹം മുഴുവനും ആ തെറ്റാണെന്ന് തന്നെ പറഞ്ഞു. ആ തെറ്റിന് നിർബന്ധിതനാണെങ്കിലും മനസ്സുകൊണ്ടല്ലെങ്കിലും അയാൾ മാപ്പ് പറഞ്ഞു. ആ തെറ്റ് അവിടെ അങ്ങ് അവസാനിക്കാമായിരുന്നു. നീ ചെന്ന് കൈവെട്ടിയപ്പോ ഇതാണ് വിജയം എന്നല്ല പറയേണ്ടത്, ഇതാണ് പരാജയം. നീ 100 കൊല്ലം നിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരുണ്ടാക്കിയെടുത്ത കേരളീയ മുസ്ലിം സമാജം ഈ സമൂഹത്തെ പഠിപ്പിക്കുകയും പൊതുസമൂഹത്തെ അംഗീകരിപ്പിക്കുകയും ചെയ്ത സൗഹൃദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കാഴ്ചപ്പാടുകളെ 100 കൊല്ലം തിരിച്ചു വിളിച്ചു. നീ 100 കൊല്ലം നീ തിരിച്ചു വിളിച്ചു. ഇവിടെ ഈ മനുഷ്യൻ തിരിച്ചു പോരുമ്പോ അള്ളാഹു പറഞ്ഞു, ആകാശത്ത് നിന്ന് ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ. നബിയേ, ദാ വിജയം കൈ തന്നു കഴിഞ്ഞു, കയ്യിൽ വിജയം തന്നു കഴിഞ്ഞു. നബിയേ, കയ്യിൽ വിജയം തന്നു. അടങ്ങി നിൽക്കണം എന്നൊരു മനുഷ്യൻ കഴിഞ്ഞ 2 പതിറ്റാണ്ട് മുമ്പ് കേരളത്തിലെ പൊതുസമൂഹത്തോടും അദ്ദേഹത്തിൻ്റെ അനുയായികളോടും പറഞ്ഞു വച്ചപ്പോ ഇതാണ് വല്ലാത്ത ഭീരുത്വം, ഇതാണ് ഈ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. സമുദായം എന്ത് പറഞ്ഞാലും ചില ആളുകളപ്പോൾ പറയുക സംയമനം, സംയമനം, സമാധാനം, സമാധാനം എന്നാണെന്ന്. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പറ്റം ചെറുപ്പക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പണിയെടുത്തവരുടെ കൂട്ടത്തിലെ നേതാവായ സാക്ഷാൽ പി ഗോവിന്ദപിള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടി പത്രത്തിൽ എഴുതി, കേരളത്തിലെ പൊതുസമൂഹത്തെ കാത്തത് പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിലെ രാജകുമാരനായി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്, അള്ളാഹു ആ കബറിടത്തെ വിശാലമാക്കുമാറാകട്ടെ, ആ മനുഷ്യൻ്റെ വാക്കാണ് കേരളത്തെ ഈ സമൂഹത്തെ കാത്തതെന്ന് ആ മനുഷ്യനെഴുതി. ഇവിടെ നിന്നൊരു മനുഷ്യൻ മദീനയിലേക്ക് പോകുമ്പോൾ ആകാശങ്ങൾ തുറന്നിട്ട് ജിബ്രീൽ പറഞ്ഞു കൊടുത്തതും ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ. വേദനയുണ്ടാകാം, വികാരമുണ്ടാകാം, വിക്ഷുബ്ധതകൾ മനസ്സിലേറ്റാം,
വേദനയോടുകൂടെയായിരിക്കാം തിരിച്ചു നടക്കുന്നത്. പക്ഷേ ഒരടി പോലും മുന്നോട്ട് വച്ചാൽ യുദ്ധവും കലഹവും ഉണ്ടാകുന്നിടത്ത് നിന്ന് ഒരടി പിന്നോട്ട് വച്ചിട്ട് സമാധാനമാണ് വലുതെന്ന് പറഞ്ഞ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ മദീനയിലേക്ക് നടക്കുമ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, സമാധാനത്തിൻ്റെ ഈ വലിയ സമ്മാനം ഇതാ അടുത്ത 2 വർഷം കൊണ്ട് താങ്കളുടെ സമുദായം ലോകത്തിൻ്റെ നെറുകയിൽ നിന്ന് വിജയമാഹ്ലാദത്തോടുകൂടെ ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. വിജയിച്ചു റസൂലേ, ഇനി മതി, പണി നിർത്തിക്കോ, ജയിച്ചു. നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോയിരുന്നെങ്കിലോ അത് ഹലാക്കുണ്ടാക്കിയൻ. ഇവിടെ അള്ളാഹ് പറഞ്ഞതോ ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, ജയിച്ചു, നിങ്ങളുടെ പണി നിർത്തിക്കോ, ജയിച്ചു. ജയിച്ചു. 2 കൊല്ലം വേണ്ടുള്ളൂ. ഹിജറ 8-ാം വർഷം മുസ്ലിങ്ങൾ പിന്നെ നടത്തിയതൊരു മാർച്ചാണ്. 10,000-കണക്കിന് മുസ്ലിങ്ങൾ ഹബീബിന്റെ നേതൃത്വത്തിൽ നേരെ മക്കയിലേക്ക്. ശത്രു രാജാവായ അബൂ സുഫിയാൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ കഴിയൊഴിഞ്ഞു, എനിക്ക് വയ്യ. കാരണം ആ കരാർ നിങ്ങൾ അതിമനോഹരമായി പാലിച്ചു, പക്ഷേ മറുവശം അത് പാലിച്ചില്ല. ഞാൻ കഴിയൊഴിഞ്ഞു, നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് ജയിക്കാം, മക്ക നിങ്ങൾക്ക് കീഴാക്കാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. രാജാവ് മുസ്ലിമായി, നേതാവ് മുസ്ലിമായി. എന്തേ കാരണം? അപ്പടി ഏത് വേദനയുടെ മുമ്പിലും സമാധാന കരാർ പാലിക്കണമെന്ന കാര്യത്തിൽ ഹബീബായ റസൂലുള്ളാഹിയുടെ നിർബന്ധ ബുദ്ധി ആ ജനത അത് ഏറ്റുവാങ്ങിയപ്പോൾ തങ്ങൾക്ക് വീണ്ടും വീണ്ടും നഷ്ടങ്ങളുണ്ടായി. മദീനയിലേക്ക് പോകുമ്പോഴും ശത്രു ആക്രമിച്ചു, എന്നിട്ടും ഹബീബ് അനങ്ങിയില്ല. അനങ്ങാൻ റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിനെ റസൂൽ അനുവദിച്ചില്ല. അങ്ങനെയൊക്കെ വേണമായിരുന്നോ? അങ്ങനെ താരാട്ട് പാടണമായിരുന്നോ? അങ്ങനെ താരാട്ട് പാടി. സംയമനത്തിന്റെ ആ താരാട്ട് പാട്ടിനാണ് അള്ളാഹു കൊടുത്ത സമ്മാനം, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. ഞാൻ കേരളത്തിലെ സാഹചര്യമില്ല പറഞ്ഞത്, മദീനയിലെ സാഹചര്യമാണ്. കൂട്ടി വായിക്കാൻ ബുദ്ധി ഉണ്ടെങ്കിൽ വായിച്ചാൽ മതി. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. പിന്നെ 10,000-കണക്കിന് അനുയായികളുമായി ഹബീബ് അങ്ങ് ചെന്നപ്പോൾ എതിർക്കാൻ ഒരു ആൺകുട്ടിക്ക് പോലും സാധ്യമാകാത്ത വിധം ആ ജനതയുടെ മനസ്സിലേക്ക് ഹബീബിന്റെ വ്യക്തിത്വം ചേക്കേറിപ്പോയിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പിന്നെ ആക്രമിക്കേണ്ടി വന്നില്ല. അവിടെ ഒരു ചെറിയ ആക്രമണം ഉണ്ടാകുന്നുവെന്ന് വന്നപ്പോ പുണ്യനബി പറഞ്ഞു, ഇൽഹഖ് ഖാലിദൻ, നീ നേരെ ഖാലിദിന്റെ മുമ്പിൽ ചെല്ലണം, എന്നിട്ട് ഖാലിദ് ഇബ്നു വലീദിനോട് പറയണം, ഈ ഉമ്മത്തിന് ആക്രമണം അഴിച്ചുവിടാൻ തയ്യാറില്ലെന്ന് പറയണം. ഒറ്റ കുഞ്ഞുകുട്ടി ഈ ദിവസം ഇവിടെ ചോര വീഴാൻ അനുവദിക്കപ്പെടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്, ആരും ആക്രമിക്കപ്പെടരുത്. അതുകൊണ്ട് ഖാലിദിനോട് പറ, നീ എങ്ങാനും ചോര വീഴ്ത്തിയാൽ ഞാൻ ഖാലിദിന്റെ ചോരയിൽ പങ്കാളിയല്ലെന്ന് പറഞ്ഞേക്കണം എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നൊന്നുമില്ലാതെ ചെറിയ ഷണ്ടകൾ മാത്രം മക്കയുടെ പ്രശാന്തമായ കുന്നിൻ മുകളിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിവച്ച് കടന്നു ചെല്ലുന്നു. അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിലേക്ക് ആ കാലമത്രയും തങ്ങളുടെ ജനത ആട്ടിപ്പായിച്ച ഒരു നായകൻ കടന്നു വരുന്നു. അക്കാലമത്രയും മാറി നിൽക്കടാ പട്ടി എന്ന് മാത്രം പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ഒരു കാപ്പിരിയായ ഈ ബിലാൽ ഇബ്നു റബാഹിനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ കൈത്തലങ്ങളിൽ ഉയർത്തിയിട്ട് അബൂ ഖുബൈസിന്റെ മുകളിൽ കയറ്റി നിർത്തുന്നു. വിളിക്കൂ ബിലാൽ, അള്ളാഹുവിന്റെ വിശുദ്ധമായ വചനത്തെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പരിശുദ്ധ ബിലാലിന്റെ ബാങ്കൊലി. ആ കാലമത്രയും തങ്ങൾക്കെതിരെ പീഡനങ്ങൾ അർപ്പിച്ച ഒരു ജനവിഭാഗം മുഴുവനും തങ്ങളുടെ മുമ്പിൽ നമ്രശിരസ്കരായി നോക്കി നിൽക്കുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ലോക ചരിത്രത്തിലെ ഉജ്ജ്വലമായ വിജയത്തിന്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു. അള്ളാഹു കൊടുത്ത സമ്മാനം, അള്ളാഹു കൊടുത്ത സമ്മാനം. അതുകൊണ്ട് ഈ ആയത്തിനെ കുറിച്ച് മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഇത് ഉമ്മഹാത്തുല്ലായ ആയത്തുകളുടെ ഉമ്മമാരുടെ കൂട്ടത്തിൽപ്പെട്ട ആയത്താണ്, വളരെ വലിയ ആന്തരാർത്ഥങ്ങളുള്ള ആയത്താണ്. ഇതേ സംഭവം മറ്റൊരു സമയം ഉണ്ടാകുന്നുണ്ട്. തുഅ്മത്ത് ഇബ്നു ഉബൈറഖ് എന്ന് പറയുന്ന മുസ്ലിമായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായിരുന്നയാൾ, അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ടയാൾ, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ മുസ്ലിങ്ങളുടെ ഒരു പടയങ്കി കട്ടു, മോഷ്ടിച്ചു. ആ മോഷ്ടിച്ച വസ്തു കൊണ്ടുപോയി ജൂതനായ ഒരു നിരപരാധിയായ മനുഷ്യന്റെ വീട്ടിൽ കൊണ്ടുപോയി വച്ചു. സ്വാഭാവികമായും പ്രശ്നം അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെട്ടു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചർച്ചക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ തുഅ്മത്ത് ഇബ്നു ഉബൈറഖ് ഉണ്ട്.
ജൂതനായ നിരപരാധിയായ മനുഷ്യരുണ്ട്, മുസ്ലിങ്ങൾ അൻസാരികളായ സ്വഹാബാക്കളുണ്ട്. എല്ലാവരും നിൽക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഇയാൾ ജൂതൻ, അയാൾ തൊണ്ട് സഹിതം പിടിക്കപ്പെട്ടയാൾ, മറ്റേയാൾ ആരോപിതൻ, പക്ഷേ അയാൾ മുസ്ലിം. തുഅമത്ത് ഇബ്നു ഉബൈറക്കാണ് കുറ്റക്കാരനെന്ന് ആരോപണം നിലനിൽക്കുന്നുണ്ട്, പക്ഷേ അയാൾ മുസ്ലിം, അൻസാറുകളിൽ പ്രമുഖൻ, അൻസാരി കുടുംബങ്ങളിൽ പ്രമുഖ കുടുംബത്തിലെ മെമ്പർ. എന്ത് ചെയ്യും? നിരപരാധിയായ ജൂതന് രക്ഷപ്പെടാൻ മാർഗമില്ല. പക്ഷെ ആകാശം തുറന്നു, ജിബ്രീൽ വന്നു, അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ലിതഹ്കുമ ബൈനന്നാസി ബിമാ അറാകല്ലാഹ് വലാ തകുൻ ലിൽ ഖായിനീന ഖസീമാ. നബിയെ, നിങ്ങൾക്ക് ഈ ഗ്രന്ഥം എന്നത് നീതിപൂർവകമായി ജനങ്ങൾക്ക് വിധി നടപ്പിലാക്കാൻ. ഇപ്പോ ഈ കള്ളന്മാർക്ക് നിങ്ങൾ ചൂട്ടുപിടിച്ചേക്കരുത്, ഇയാൾ കള്ളനാണ്, തുഅമത്ത് ഇബ്നു ഉബൈറക്ക് കള്ളനാണ്, അതുകൊണ്ട് ആ കള്ളന്റെ കൂടെ നിൽക്കരുത് എന്ന് മുഹമ്മദ് നബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ കാഫിറായി ചത്തുപോയി. കാരണം റസൂലുള്ളാഹിയുടെ വിധി കേൾക്കാൻ അയാൾ സമ്മതം തയ്യാറായില്ല. അള്ളാഹുവിൻ റസൂൽ ഈ ജൂതനെ വെറുതെ വിട്ടു. തുഅമത്ത് ഇബ്നു ഉബൈറക്കാണ് കുറ്റവാളി എന്ന് പറഞ്ഞു. അയാൾ നാട് വിട്ടു. അങ്ങനെ കാഫിറായി ചത്തു. അയാളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഖുർആൻ വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. തുഅമത്ത് ഇബ്നു ഉബൈറക്കിനെ സൂചിപ്പിച്ചതാണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനോട് എതിരുകാട്ടിയാൽ, റസൂലുള്ളാഹിയുടെ പരിശുദ്ധമായ അവിടുത്തെ പ്രഖ്യാപനങ്ങളോട് എതിരുകാട്ടുകയും നന്മ ഉള്ളിൽ കയറിയതിനു ശേഷം സത്യവിശ്വാസികളുടെ മാർഗമല്ലാത്ത മറ്റൊരു മാർഗം തുടരുകയും ചെയ്താൽ, നുവല്ലീമാ തവല്ല, നാം അവൻ ഏറ്റെടുത്ത മാർഗത്തിലൂടെ നാം അവനെ കൊണ്ടുപോകും, വനുസ്ലിഹി ജഹന്നം, നാം അവനെ നരകത്തിലേക്ക് ചേർക്കുകയും ചെയ്യും, വസാഅത്ത് മസീറാ. എത്ര മോശം ഈ സ്ഥലം, അവന്റെ അഭയസ്ഥലം എത്ര മോശം. തുഅമത്ത് ഉബൈറക്ക് ചത്തുപോയത് കാഫിറായിട്ട്, അള്ളാഹു കാക്കട്ടെ. മുഅ്മിനായി തിരിച്ച് അതിൽ നിന്ന് പോയാൽ രക്ഷപ്പെടാനുള്ള മാർഗം വളരെ കുറവാണ്. ബഅദമാ തബയ്യന ലഹുൽ ഹുദാ, ഹുദ വെളിവായതിനു ശേഷം പിന്നെ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവനെ കൊണ്ടോടത്തേക്ക് കൊണ്ടുപോകും, നാം നരകത്തിലേക്ക് ചേർക്കും എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരെക്കുറിച്ചാ പറഞ്ഞത്? തുഅമത്ത് ഇബ്നു ഉബൈറക്കിനെ കുറിച്ച്. ലോകത്ത് ഇനിയും വരാനിരിക്കുന്ന സകല പിഴച്ചു പോകുന്ന മനുഷ്യരെയും കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തെ നീ കാക്കണേ റബ്ബേ. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അള്ളാഹു കാക്കട്ടെ, ഹൃദയത്തെ രക്ഷപ്പെടുത്തട്ടെ. പക്ഷെ അവിടെ ഒരു കാര്യവും കൂടി ഞാൻ പറയാം. ഇനി ഈ വൈവിധ്യങ്ങളെ അംഗീകരിക്കുമ്പോഴും വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഈ ഈമാനിന്റെ മാർഗമല്ലാത്ത ഒരു മാർഗവും സ്വീകരിച്ചുകൂടാ. എന്താ, ഞാൻ വക്കീലിനെ ധൈര്യമായി ഇവിടെ എത്തിയിട്ട് പറയാം. മുഅ്മിനീങ്ങൾക്ക് അവരുടെ മതത്തിന്റെ സംസ്കാരങ്ങളും ചിഹ്നങ്ങളും അല്ലാത്ത ഒരു മാർഗവും സ്വീകരിച്ചുകൂടാൻ. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, ഇവിടെ തന്നെയാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. നീ വികാരം കൊള്ളണ്ട, നീ അന്യമത സമൂഹങ്ങളെ അവരുടെ വൈകാരികമായ ചിന്തകളെ വ്രണപ്പെടുത്തണ്ട, പക്ഷേ നീ തന്നെ ആയിരിക്കുകയും വേണം താനും. അതിനൊരു മാറ്റമില്ല. ചിലർ പറയാറുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ, ഉറങ്ങണ്ടോ? ചിലർ പറയാറുള്ളത്, നമ്മളിപ്പോ മുസ്ലിങ്ങൾ എന്ന് മാത്രം സ്വഭാവത്തിലൊക്കെ ജീവിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ എന്നുണ്ടായേക്കാം മറ്റുള്ളവർക്ക് നമ്മളോടൊരു ശത്രുത ഉണ്ടായേക്കാം. ഈ അടുത്തൊരു വലിയ കേമൻ ഈ തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ട് അങ്ങനെ പ്രസംഗിച്ചു. നമ്മൾ അത്യാവശ്യം പിന്നെ ഒന്ന് വിളക്ക് കൊളുത്താനും പൂവിടാനും ഒക്കെ പോയാലേ എന്താവൂ മുസ്ലിങ്ങളെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ ധാരണ മാറുള്ളൂ. ഒരു കാര്യം ചോദിക്കട്ടെ, 8 കൊല്ലം കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു CH മുഹമ്മദ് വയസ്സായി. അള്ളാഹു ആ ഖബർ വിശാലാക്കട്ടെ. ഞാൻ അതിൻ്റെ രാഷ്ട്രീയമൊന്നുമല്ല പറഞ്ഞത്, പക്ഷെ അതിലൊന്നുണ്ട്. ആ മനുഷ്യനൊക്കെ മുസ്ലിം എന്ന ബോധത്തിൽ നിന്ന് ഒരണുകിണ ചലിക്കാതെ, ഒരു വിളക്കും കൊടുത്താതെ കേരളത്തിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ആ മനുഷ്യനെ കേരളത്തിൻ്റെ സമ്മാനം എന്ന് മാത്രമേ വിശേഷിപ്പിച്ചിട്ടുള്ളൂ. അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ CHനെ? ആ മനുഷ്യൻ വിളക്ക് കൊളുത്തിയോ? അതിൻ്റെ പേരിൽ ആരെങ്കിലും അയാളെ
മതമൗലികവാദി എന്ന് വിളിച്ചോ, അയാളെ വർഗീയവാദി എന്ന് വിളിച്ചോ, കേരളത്തിലെ പൊതുസമൂഹം ആ മനുഷ്യനെ നെഞ്ചിലേറ്റിയില്ലേ? ആ മനുഷ്യനെ കേരളത്തിലെ പൊതു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരുമിച്ച് കൂടിയിട്ട് മുഖ്യമന്ത്രിയാകാൻ താങ്കൾ മതി എന്നൊരു നിമിഷം പറഞ്ഞില്ലേ? 53 ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലിരുന്ന് അദ്ദേഹം കേരളത്തിൻ്റെ 1ാം പൗരനായി മാറിയില്ലേ? കേരള മുഖ്യമന്ത്രിയായില്ലേ? 8 കൊല്ലക്കാലം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ്, അതായത് ഒരു മനുഷ്യനെ എങ്ങനെ ആക്കണമെന്ന് തീരുമാനിക്കുന്ന, അവനെ ഏത് ബോധത്തിലെത്തിക്കണമെന്ന് തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഈ ജനത മുഴുവനും ഏൽപ്പിച്ചു കൊടുത്തത് CH മുഹമ്മദ് കോയ സാഹിബിനെ ആയിരുന്നില്ലേ? അയാൾ വർഗീയവാദിയായിരുന്നോ? അയാൾ വർഗീയവാദിയായോ? അയാളെ വർഗീയവാദി എന്ന് ആരെങ്കിലും വിളിച്ചോ? വിളിച്ചവൻ അവസാനം കുടുങ്ങിയിട്ടില്ലേ? വിളിച്ചവൻ അവസാനം കുടുങ്ങിയിട്ടില്ലേ? എന്തേ കാരണം? സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചിട്ട് ഈ വൈവിധ്യങ്ങളെ അംഗീകരിക്കാൻ CH കഴിഞ്ഞു. നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനുമാകട്ടെ, അതൊന്നുമല്ല എൻ്റെ വിഷയം. സ്വന്തം വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിച്ചിട്ട് ഈ വൈവിധ്യങ്ങളെ നിലനിർത്താൻ നിനക്ക് കഴിയണം. ഒരിക്കലും മുഅ്മിനീങ്ങളുടേതല്ലാത്തൊരു മാർഗവും തുടരാൻ നിനക്ക് പാടില്ല, 100 വട്ടം പാടില്ല. എങ്ങനെ പറ്റും അല്ലേ? ഓണല്ലേ, പായസം കുടിച്ചോ. പക്ഷേ വീട്ടിൽ വന്നിട്ട് പൂക്കളടാൻ പറഞ്ഞാൽ, സഹോദര, അതും അതിൻ്റെ ഐതിഹ്യവും തമ്മിൽ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റാത്ത ചില നിർണായകമായ വഴിത്തിരിവുണ്ട് എന്ന് പറയാൻ നമുക്ക് തണ്ടേടുണ്ടാകണം. ആ സഹോദരന്മാരുടെ ആഘോഷവും ആ സഹോദരന്മാരുടെ ആനന്ദവും ആദരപൂർവം കാണാൻ നമുക്ക് തണ്ടേടുണ്ടാകണം. 2 തണ്ടേടവും ഉണ്ടാകണം. 2 തണ്ടേടവും ഉണ്ടാകണം. ആ സഹോദരന്മാരുടെ ആനന്ദം, ആ സഹോദരന്മാരുടെ ആഘോഷം, ആ അർത്ഥത്തിൽ ആ ആഘോഷത്തെ മാറി നിന്ന് കാണാനും ആദരപൂർവ്വം വീക്ഷിക്കാനും മുസ്ലിങ്ങൾക്ക് കഴിയണം. അവനൊരു ഏർപ്പാടുമായി വന്നാൽ ആ അർത്ഥത്തിൽ തങ്ങളുടെ ജനതയിൽ, തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ എന്ന നിലയിൽ അവരോട് സഹാനുഭൂതിയോടെ പെരുമാറാൻ സാധ്യമാകണം. അതിലെന്താ തെറ്റ്? പക്ഷെ നീ പൂടണ്ട, നീ അങ്ങനെ ഒരു സെക്യുലറിസ്റ്റ് ആവണ്ട. കാരണം നിനക്ക് നിന്റെ മതത്തിൻ്റെതായ ചിഹ്നങ്ങൾക്കപ്പുറത്ത് മറ്റൊരു ചിഹ്നം ഇല്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മുസ്ലിമായി അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ജൂത പണ്ഡിതന്മാരും നേതാക്കന്മാരുമായിരുന്നവരൊക്കെ മുസ്ലിങ്ങളായപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജൂതന്മാരായിരുന്ന സഹോദരന്മാർ, അവർ പിന്നെയും ജൂതമതത്തിലെ ചില സംസ്കാരങ്ങളെ തുടരാവുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ഏ സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഈ മതത്തിലേക്ക് സമ്പൂർണമായി പ്രവേശിക്കണം. ഈ മതത്തിലേക്ക് സമ്പൂർണമായി പ്രവേശിക്കണം. ഈ മതത്തിന്റെ പൂർണ്ണമായ നിയമങ്ങളെയും സംസ്കാരത്തെയും അനുധാവനം ചെയ്യണം. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, ശൈത്താന്റെ ചര്യകളെ, അവന്റെ അനുഷ്ഠാനങ്ങളെ, അവന്റെ പാദങ്ങളെ നിങ്ങൾ തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ ശത്രുവാണ്. നിന്റെ സംസ്കാരമല്ലാത്ത മറ്റൊരു സംസ്കാരത്തെ നിനക്ക് തുടരേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ ജീവിച്ചവരാണ് മുൻഗാമികൾ. ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി റളിയല്ലാഹു തആല അൻഹു തൻ്റെ മതവും തൻ്റെ സംസ്കാരവും പഠിപ്പിക്കാൻ വന്നപ്പോൾ, അന്നത്തെ രാജാവിന് ഇംഗിതമല്ലാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ, എന്നിട്ടും സമാധാനത്തോടുകൂടെ ഇന്ത്യയിൽ ഇസ്ലാമിക പ്രചാരം നടത്തിയപ്പോൾ, ഒരു സംഭവത്തിൻ്റെ മുമ്പിൽ മാത്രം 90 ലക്ഷം ആളുകൾ മുസ്ലിങ്ങളായി മാറിയത് ഒരു വാളും കാട്ടിയിട്ടല്ല, ഒരു പേനാക്കത്തിയും കാട്ടിയിട്ടല്ല, പുഞ്ചിരിയോടെ സ്നേഹത്തിന്റെ സംഗീതവുമായി ആ പർണശാലയിൽ ജീവിച്ച ഷെയ്ഖ് മുഈനുദ്ദീനുൽ ചിശ്തി അജ്മീരി. അന്നാസാഗർ ഒറ്റ നിമിഷം കൊണ്ടൊരു കുടത്തിലാക്കി. രാജാവ് പറഞ്ഞു അശുദ്ധമായി, മ്ലേച്ഛൻ വന്നു അശുദ്ധമായി. ആ സമയം കൊണ്ട് മുഴുവൻ കിണറും പറ്റി, മുഴുവൻ പെണ്ണിൻ്റെയും മാറിടങ്ങളിലെ മുലപ്പാലും പറ്റി. മുലപ്പാലില്ലാതെ കുഞ്ഞുങ്ങൾ ആകെ ബുദ്ധിമുട്ടിലായി. രാജാവ് കെഞ്ചി ആ കുടം വെള്ളമൊഴിച്ചു. ഒരു മഹാസാഗരം മുഴുവനും ഒരു കുടത്തിലാക്കിയ പോലെ അന്നാസാഗർ തൻ്റെ കയ്യിലായി. തിരിച്ചൊഴിച്ചു. ആ മഹാ തടാകം വീണ്ടും പഴയ അവസ്ഥയിലേക്കായി, പൂർവാവസ്ഥയിലായി. ഒറ്റ സംഭവം 60 ലക്ഷത്തോളം വരുന്നവർക്ക്
ഷഹാദത്ത് ചെല്ലാൻ ഒറ്റ കാരണം, നല്ല മുസ്ലിമായപ്പോൾ അങ്ങനെ ഇസ്ലാമിനെ പരിചയപ്പെട്ടവന് അത്തരത്തിൽ മുസ്ലിങ്ങളാകാൻ അവർക്ക് സാധ്യമായി. അവരേതെങ്കിലും കത്തി ഉപയോഗിച്ചില്ല, ഒരാളുടെയും കൈ വെട്ടിയില്ല, ആരെന്ത് പറഞ്ഞാലും അവർ ചിരിച്ചു. അവരുടെ മൗനം ഒരു സംഗീതം പോലെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംഗീതമായപ്പോൾ ജനതയിൽ അതുണ്ടാക്കിയ അനുരണനം വലുതായിരുന്നു. അവർ മുസ്ലിങ്ങളായി. അക്ബർ ചക്രവർത്തി മുസ്ലിമാക്കാൻ പണിയെടുത്തിട്ടില്ല, ഔറംഗസീബ് മുസ്ലിമാക്കാൻ പണിയെടുത്തിട്ടില്ല. ഒരൊറ്റ സംഭവം കൊണ്ട് 60 ലക്ഷത്തോളം ആളുകളെ മുസ്ലിങ്ങളാക്കാൻ കഴിഞ്ഞെടുത്ത് ഇന്ത്യ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈ ചരിത്രം നാഷണൽ ബുക്സ് അതിൻ്റെ ഡിക്ഷണറിയിൽ, അതായത് സർവ്വവിജ്ഞാന കോശം, അത് പിന്നെ അതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ സുമാർ അഴീക്കോടിനെ പോലെയുള്ള ആളുകളാണ്. ഇവരൊക്കെ ഉള്ളതിൽ ഖ എന്ന ഭാഗം എടുത്ത് വായിച്ചാൽ ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തി എന്ന് കാണാം. ഈ സംഭവം അതിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ കിതാബ് നോക്കി പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാതിരിക്കുള്ളൂ. അതൊക്കെ കെറാമത്താന്ന് പറഞ്ഞ് മോശം, ഈ മാതിരി വിശ്വാസമായിട്ട് നടക്കുക, അതൊക്കെ ഈ നൂറ്റാണ്ടിൽ പറയാൻ കൊള്ളാവുന്ന വർത്താനാണെന്ന് ചോദിച്ചാൽ ഞാൻ കിതാബൊന്നും നോക്കി പറയാനില്ല. നിങ്ങൾ എന്ത് ചെയ്തോ നാഷണൽ ബുക്സിൻ്റെ സർവ്വവിജ്ഞാന കോശം വാങ്ങിയിട്ട് ഖ നോക്കുക, ഖ നഖത്തിൻ്റെ ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തി എടുത്തു നോക്കുക. അപ്പോൾ കാണും ഈ സംഭവം. കയ്യും കാലും വെട്ടിയിട്ടല്ല, പിന്നെ എങ്ങനെ ശരിയായ മുസ്ലിമായിട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഏതെങ്കിലും പൂക്കളട്ടോ, ഏതെങ്കിലും പിന്നെ വിളക്ക് കൊളുത്തിയോ? പക്ഷേ എന്നിട്ടും ആ മനുഷ്യൻ സ്നേഹനിധിയായി കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിച്ചതെന്തേ? മുസ്ലിമായിട്ട്, നല്ല മുസ്ലിമായ നിന്നെ അംഗീകരിക്കാൻ ആർക്കും പറ്റാതെ വരില്ലല്ലോ. നല്ല മുസ്ലിമായി. ഇനി ഒരു സൗന്ദര്യം വേണ്ട, താങ്കൾക്ക് നല്ല സൗന്ദര്യമുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഒരു സൗന്ദര്യം വേണ്ട, ഞാൻ വേറൊരാളെ പറഞ്ഞുതരാം. മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. അതാണ് സൗന്ദര്യത്തിന്റെ മുഴുവൻ രൂപവുമായിരുന്നു മുഹമ്മദ് റസൂൽ. അതാ കുടുംബത്തിൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇന്നലെ വന്നിരിക്കുമ്പോഴും സൗന്ദര്യം അല്ലേ നമ്മൾ ആഘോഷിച്ചു. സൗന്ദര്യം അള്ളാഹു ആ സൗന്ദര്യം നിലനിർത്തുമാറാകട്ടെ. അത് ഈ ഉമ്മത്തിന്റെ നായകത്വത്തിന് അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ആ ചെറുപ്പക്കാരൻ ഈ ഉമ്മത്തിന്റെ വലിയൊരു വാഗ്ദാനാണ്. അള്ളാഹു അത്തരത്തിലുള്ള നേതൃത്വത്വം കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിലും കേരള മുസ്ലിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നമുക്ക് ഔറംഗസീബുമാരുണ്ടായില്ല, നമുക്ക് ജഹാംഗീർമാരുണ്ടായിരുന്നില്ല, നമുക്ക് അക്ബർ ചക്രവർത്തി ഉണ്ടായിരുന്നില്ല, നമുക്ക് ഷാജഹാനിൻ്റെ ഭരണം ഉണ്ടായിട്ടില്ല, നമുക്ക് താജ്മഹലുകളില്ല, നമുക്ക് കുത്തുബ് മീനാറുകളില്ല, നമുക്ക് ഫത്തേപൂർ സിക്രികളില്ല. പക്ഷേ ഫത്തേപൂർ സിക്രിയും കുത്തുബ് മീനാറും താജ്മഹലും ഉണ്ടാക്കിയവരുടെ അനുയായികളും മക്കളും ഇന്ന് ഡൽഹിയിലെ ഗല്ലികളിൽ, ചീഞ്ഞുനാറുന്ന ഗല്ലികളിൽ ജീവിക്കുന്ന ഗതികേടിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറേ സുൽത്താൻമാർ ജീവിച്ചു പോയിട്ടുണ്ട്. അവർ കിരീടങ്ങൾ വെക്കാതെ നവാബുമാരായി കേരള മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ നമുക്ക് ഫത്തേപൂർ സിക്രികൾ ഉണ്ടാക്കിയവരുണ്ടായിട്ടില്ലെങ്കിലും താജ്മഹലുകൾ നമുക്കുണ്ടായിട്ടില്ലെങ്കിലും അഭിമാനത്തോടെ നമുക്ക് പറയാനാകും, ഈ തെരുവോരങ്ങളിലൂടെ നടന്നാൽ ഞങ്ങൾക്ക് കാട്ടിക്കൊടുക്കാനാവും, അങ്ങ് കശ്മീരിലെ മുസ്ലിങ്ങൾക്ക് അനുഭവിക്കേണ്ട ഗതികേടില്ലാതെ ഈ ഉമ്മത്ത് സമുദായത്തിന്റെ ഈ മനോഹരന്മാരായ നേതാക്കന്മാരുടെ കൂടെ നടന്നപ്പോൾ ആ രാജാക്കന്മാർ, ചക്രവർത്തിമാർ അവർക്ക് കിരീടം വെക്കാതെ നേതൃത്വം കൊടുക്കാനായപ്പോൾ സംയമനത്തോടെ ആ പർണശാലകളിൽ നിന്ന് ആ മഹാരഥന്മാർ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ഇവിടെയുണ്ട് യൂണിവേഴ്സിറ്റികൾ മുസ്ലിങ്ങൾക്ക്, ഇവിടെയുണ്ട് വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ മുസ്ലിങ്ങൾക്ക്, ഇവിടെയുണ്ട് വലിയ യതീംഖാനകൾ മുസ്ലിങ്ങൾക്ക്, ഇവിടെയുണ്ട് മുസ്ലിങ്ങൾ അഭിമാനത്തോടെ നടക്കാൻ കഴിയുന്ന 1000 ഇസ്ലാമികമായ വിദ്യാഭ്യാസ കലാലയങ്ങൾ, ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമായി വലിയ വലിയ ഇസ്ലാമികവും ഭൗതികവുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതൊക്കെ ഉണ്ടാക്കിയത് ജഹാംഗീർമാരല്ല, സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങളും നവ്വറല്ലാഹു മർഖദ, സയ്യിദ് അബ്ദുറഹ്മാൻ വാഫഖി തങ്ങളും നവ്വറല്ലാഹു മർഖദ, സയ്യിദ് PMSA പൂക്കോയ തങ്ങളും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഒക്കെ അടങ്ങുന്ന ആ നിരയുടെ സൗഭാഗ്യം, ആ സമ്മാനം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കിട്ടി എന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെയൊക്കെ എത്തിയത് എന്ന കാര്യം നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ഞാൻ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ ഓർക്കുന്നു. കണ്ണിയത്ത് ഉസ്താദിനെ ഓർക്കാൻ കാരണം കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിൽ ഒരാളാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ മഹാന്. കേരളം കണ്ട ഇതിഹാസ സമാനമായ പാണ്ഡിത്യത്തിന്റെ അഗാധതയുള്ള മഹാപണ്ഡിതനായിരുന്നു. നിഷ്കളങ്കതയിൽ പൊതിഞ്ഞ ജീവിതം, തീർത്തും നിഷ്കളങ്കനായി ജീവിച്ച മഹാനുഭാവൻ.
ആ മഹാനുഭാവനെ കുറിച്ച് ഒരിക്കൽ എന്നോട് പറഞ്ഞത്, തീർത്തും ഫാസിസം മാത്രമുള്ള അങ്ങനൊരു ചിന്തയുള്ള ആളുകൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ മാനേജർ, ഞാനൊരിക്കൽ സംസ്കൃതം പഠിച്ചു എന്നതിൻ്റെ പേരിൽ ആ സ്ഥാപനം സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെയുള്ള ലൈബ്രറിയിൽ പരതാൻ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ ആ മാനേജറെ പരിചയപ്പെട്ടപ്പോൾ ആ മാനേജർ എന്നോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ സംഘടനയുടെ ഒരു പ്രത്യേകമായ അതിൻ്റെ ഒരു സേവകൻ എന്ന നിലയിൽ ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ ആ മനുഷ്യൻ വളരെ ആദരവോടെ പറഞ്ഞു, ഞാൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ നാട്ടുകാരനാണ്, ഞാൻ വാഴക്കാട്ടുകാരനാണ്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പാടവരമ്പത്തൂടെ നടന്നു വരുമ്പോൾ ഞങ്ങൾ ചെറുപ്പക്കാർ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് മാറിക്കൊടുക്കേണ്ടെന്ന്. പക്ഷേ ആ മനുഷ്യൻ നടന്നടുത്തേക്ക് വരുമ്പോഴേക്കും നമ്മളറിയാതെ മാറിപ്പോകും. ആ മനുഷ്യൻ്റെ വല്ലാത്ത വ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ നമ്മളറിയാതെ ആദരിച്ചു പോകും എന്ന്. ആ സ്ഥാപനം സാക്ഷാൽ മാധവിജി സ്ഥാപിച്ച സ്ഥാപനമാണ്. ലാൽ കൃഷ്ണ അദ്വാനി പലപ്പോഴും സന്ദർശിക്കാറുള്ള സ്ഥാപനമാണ്. പക്ഷെ ആ സ്ഥാപനത്തിൻ്റെ മാനേജറുടെ മനസ്സിൽ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ആ മഹാനുഭാവന് സ്ഥാനം കിട്ടാൻ കാരണം മൻ ഖാഫല്ലാഹ് ഖാഫഹു കുല്ലു ഷൈ, അള്ളാനെ പേടിച്ചപ്പോൾ അത് മതി പേടിക്കാൻ, അത് മതി ആദരിക്കാൻ. നീ കത്തിയും കയ്യും കാലും വെട്ടാൻ നടന്നാലൊന്നും ഒറ്റ കുഞ്ഞ് ആദരിക്കില്ലെന്ന് മാത്രമല്ല, നാണം കെട്ടു സമുദായം ഇതര മതസമൂഹങ്ങളുടെ മുമ്പിൽ ഈ ഉമ്മത്ത് ഇതുവരെ ഉണ്ടാക്കിയെടുത്ത മുഴുവൻ വലിപ്പവും നഷ്ടപ്പെടുത്തുന്ന വിധത്തിലായി ഇതെല്ലാം. എന്ത് പേര് പറഞ്ഞാലും അത് നാണക്കേടിൻ്റേത് മാത്രമായി മാറി. നൂറ്റാണ്ടുകളായി ഈ സമുദായം ഏതൊരവസ്ഥയിലാണ് ഇവിടെ ജീവിച്ചതെന്നോ, ഇവിടെയാണ് സാമൂതിരി രാജാവിൻ്റെ ശമ്പളം കൊണ്ട് മുസ്ലിം കാളിമാർ ജീവിച്ച നാട് ഈ നാടാണ്. ഈ ചാവക്കാട്ടെ കാളിയായ മഹാനായ ഉമർ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ചാവക്കാട്ടെ തുക്കുഴി സാഹിബിന്റെ മുമ്പിൽ വന്ന് മാതാ തഖൂലിയാ ബത്താൽ എന്ത് പറഞ്ഞനാ വിഡ്ഢി എൻ്റെ നേരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭൂമിക്ക് ടിപ്പുവിനെ പോലെ മഹാരഥന്മാർ ഭരിച്ച ഈ നാട്ടിൽ നിങ്ങൾ അതിക്രമത്തോടെ കടന്നു വന്ന് ഭരിക്കുമ്പോൾ ഈ മണ്ണിന് നികുതി തരണമെന്ന് പറഞ്ഞാൽ നികുതി തരാൻ മനസ്സില്ലെന്ന് പറഞ്ഞ മഹാനായ ഉമർ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ കച്ചേരിയിൽ പിന്നെ ഇട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും പിന്നെ കോഴിക്കോട്ടേക്ക് പോവുകയും ചെയ്തപ്പോൾ ആ മനുഷ്യന്റെ പിന്നാലെ കൂടിയത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല. ആ നാട്ടിലെ ഹിന്ദു സഹോദരന്മാരും മഹാനായ ഉമർ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കൂടെ തങ്ങൾക്ക് കൂടെ നിന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന്റെ കൂടെ നിന്നിരുന്നു. അതാണ് ഈ മണ്ണ്. ആ മണ്ണിന്റെ പാരമ്പര്യത്തിലാണ് നമ്മളുള്ളത്. ആ മണ്ണിന്റെ പാരമ്പര്യത്തിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെയും കുഞ്ഞായ മുസ്ലിയാരുടെയും മങ്ങാട്ടച്ചൻ്റെയും നാട് സാമൂതിരി രാജാവിന്റെ മുമ്പിൽ കൊണ്ടുപോയി വാള് വെക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങയുടെ മുമ്പിൽ ഞാൻ എൻ്റെ വാള് സമർപ്പിക്കും, കാരണം അങ്ങന്റെ രാജാവാണ്. എൻ്റെ രാജാവിന്റെ മുമ്പിൽ എൻ്റെ വാള് സമർപ്പിക്കാൻ എനിക്ക് മടിയില്ല, പക്ഷേ പോർച്ചുഗീസുകാരൻ്റെ മുമ്പിൽ വാള് വെക്കാൻ അങ്ങനോട് ആവശ്യപ്പെടരുത് എന്ന് പറഞ്ഞപ്പോൾ വക്കൂ കുഞ്ഞാലി അങ്ങോട്ട് തന്നെ അദ്ദേഹത്തിന്റെ കാൽക്കൽ തന്നെ വക്കൂ എന്ന് പറഞ്ഞിട്ട് പോർച്ചുഗീസ് ഗവർണറുടെ മുമ്പിൽ നിർബന്ധിതമായി കാൾ വെക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വാള് കൊണ്ടുപോയി തൻ്റെ രാജാവിൻ്റെ ആവശ്യപ്രകാരം വച്ചിട്ട് കൈകാലുകൾ ബന്ധസ്ഥനായി കടലിൽ കൊണ്ടുപോയി കഷ്ണങ്ങളായി നുറുക്കപ്പെട്ടവന്റെ പാരമ്പര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമുള്ളതെങ്കിൽ. ബ്രിട്ടീഷുകാർ കൊടുക്കാമെന്ന് മാലിഖാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല മാലിഖാൻ നിങ്ങൾ എനിക്ക് തരണ്ട, നിങ്ങളുടെ മാന്യനായ ശത്രുവായി എന്നെ കരുതിയാൽ മതിയെന്ന് എളമ്പുളശ്ശേരി ഉണ്ണിമൂസ പറഞ്ഞതെങ്കിൽ ആ പാരമ്പര്യത്തിലൊക്കെ വന്ന മുസ്ലിം നീ രാജ്യത്തിൻ്റെ ഉപ്പും ചോറുമാണെന്ന് മനസ്സിലാക്കാൻ ഈ നാടിൻ്റെ ഈ മണ്ണിൻ്റെതാണ് നീ. ഈ മണ്ണിന്റെ ജനാധിപത്യത്തിനും ഈ മണ്ണിന്റെ ഐശ്വര്യത്തിനും വേണ്ടി സദാ പ്രാർത്ഥിക്കേണ്ടവനാണ് നീ. ഈ നാട് നിലനിൽക്കേണ്ടത് നിന്റെ മുൻഗാമി നിന്റെ ജീവിതത്തിൽ കാട്ടിത്തന്ന മഹത്തായ പാരമ്പര്യത്തിന്റെ വഴിയാണെന്ന ബോധത്തിൽ നിന്ന് നിനക്ക് പിന്തിരിഞ്ഞ് നടക്കാൻ സാധ്യല്ല മുസ്ലിം. ഒരിക്കലും ആ വഴി നീ സ്വീകരിച്ചേക്കരുത്. ആരെന്ത് പറഞ്ഞാലും സമാധാനത്തിന്റെ മാർഗത്തിന്റെ പുറത്ത് നിനക്ക് മറ്റൊരു മാർഗമുണ്ടായിക്കൂടാ. നീ മുസ്ലിമായി തന്നെ ജീവിച്ചോളൂ. ഈ ഇന്ത്യ നിനക്ക് മുസ്ലിമായി ജീവിക്കാനുള്ള എല്ലാ അർഹവും എല്ലാ അധികാരവും എല്ലാ അവകാശവും നൽകുന്നുണ്ടല്ലോ. അതാണ് ഞാൻ വക്കീലിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത്. ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അവകാശം ഇവിടെ മാത്രമാണ്, ഇന്ത്യയിൽ മാത്രമാണ്. ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമാണ് മുസ്ലിം നിനക്ക് ഏത് വിശ്വാസാചാര അനുഷ്ഠാനങ്ങളുമായി ജീവിക്കാൻ അവകാശമുള്ളൂ. ഗ്രൗണ്ട് സീറോയിൽ ഒരു പള്ളി വെക്കാമെന്നെങ്ങാനും അറിയാതെ പറഞ്ഞു പോയതിന്റെ പേരിൽ ഒബാമ ഇന്ന് അമേരിക്കൻ സമൂഹത്തിന്റെ മുമ്പിൽ ഒറ്റപ്പെടുന്നു. എന്തേ കാരണം? ആ നാട്ടിന് ക്രൈസ്തവതക്കപ്പുറത്ത് ചിന്തിക്കാനാവൂല. അബുദാബിയിലും ക്ഷേത്രമുണ്ട്, ചർച്ചുണ്ട്, പക്ഷേ
അവിടെ കൊണ്ടുവന്നൊരു പള്ളി വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ഒബാമ മുസ്ലിമായി, ഒബാമ ഭീകരവാദിയായി, ഒബാമ തീവ്രവാദിയായി മാറുന്നു അമേരിക്കൻ സമൂഹത്തിന്റെ മുമ്പിൽ. അമേരിക്കയുടെ പ്രസിഡന്റ് ആവാൻ ആദ്യം ചെയ്യേണ്ടത് എബ്രഹാം ലിങ്കൻ തുടങ്ങി വെച്ചതുപോലെ ബൈബിൾ തൊട്ട് സത്യസാക്ഷ്യം ചെയ്തിട്ടല്ലാതെ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാനാവൂല. ഇവിടെ ഇന്നേ വരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഭഗവത്ഗീത കയ്യിൽ പിടിച്ചിട്ടല്ല ആരും കയറിയത്. ഇവിടെ മുസ്ലിങ്ങളായ രണ്ടാളുകൾ മുസ്ലിങ്ങളായി തന്നെ ഇവിടെ ജീവിച്ചിട്ടു പ്രസിഡന്റുമാരായി. ഡോക്ടർ സക്കീർ ഹുസൈനും ഫക്രുദ്ദീൻ അലി അഹമ്മദും. ആരോടും പറഞ്ഞില്ല അവരാരും ഭീകരവാദികളാണെന്ന്. ആരെങ്കിലും പറഞ്ഞോ? സക്കീർ ഹുസൈൻ അദ്ദേഹം സുബഹ് നമസ്കാരത്തിന് ശേഷം ഒരു ജുസ് ഖുർആൻ ഓതിയിട്ടല്ലാതെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടന്നിട്ടില്ല. അത്ര നല്ല മനുഷ്യനായിരുന്നു സക്കീർ ഹുസൈൻ, ഡോക്ടർ സക്കീർ ഹുസൈൻ. ആ നല്ല മുസ്ലിമിന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രസിഡന്റ് ആകാൻ, ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറാൻ കഴിഞ്ഞില്ലേ? ഇവിടെ ഇത് നടക്കുന്നത് പോലെ എവിടെ നടക്കും? പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനി അല്ലാത്തവൻ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാകാനാവൂല. ഇറ്റലിയിൽ ക്രൈസ്തവതയല്ലാത്ത മറ്റൊരു മതം പാടില്ല, മറ്റൊരു ആരാധനാനുഷ്ഠാനം പാടില്ല. ഈ രാജ്യത്തിന്റെ പ്രത്യേകതയോ, if there is any minority culture which wants to preserve its culture, script and civilization, culture, script, the state shall not impose upon it any culture which may be locals or otherwise എന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു ഭരണഘടന ഇന്ത്യ മഹാരാജ്യത്തിന് മാത്രമേ ഉള്ളൂ. എൻ്റെ രാജ്യത്തിന്, നിങ്ങളുടെ മഹാരാജ്യത്തിന് ഈ ചോര കൊടുത്തും ജീവൻ കൊടുത്തും നേടിയ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പടപൊരുതിയ എൻ്റെ പ്രിയപ്പെട്ട ഇന്നലകളിലെ മഹാരഥന്മാരായ പിതാക്കൾക്ക് മുമ്പിൽ, അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നു, അവർ ഈ രാജ്യത്തിന് വേണ്ടി പണിപെട്ടത്, അവർ ഈ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തത് ഇവിടെ മുസ്ലിങ്ങൾക്കും നന്നായി ജീവിക്കാനാണ്. മഹാനായ മുഹമ്മദ് അലി ജൗഹറിനെ, മൗലാന മുഹമ്മദ് അലിയെയും മൗലാന ഷൗക്കത്ത് അലിയെയും അതുപോലെ ഒരുപാട് മുസ്ലിം നേതാക്കന്മാരെയും അതുപോലെ മഹാരഥന്മാരായ പടയാളികളെയും അങ്ങ് മലബാറിന്റെ വിരുമാറിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ അതിസാഹസികമായി യുദ്ധം ചെയ്ത മഹാരഥന്മാരായ നേതാക്കന്മാരെയും നാം ഓർക്കുക. അവരൊക്കെ ഉണ്ടാക്കിയെടുത്തതാണിത്. ബ്രിട്ടീഷുകാരൻ ജീവനറ്റ ശരീരം ടിപ്പു സുൽത്താന്റെ ശരീരത്തിൽ ചവിട്ടി നിന്നിട്ടാണ് ബ്രിട്ടീഷുകാരൻ ഇന്ത്യ മഹാരാജ്യത്ത് ധൈര്യത്തോടെ പറഞ്ഞത്, ഫ്രം ടുഡേ ഇന്ത്യ ഇസ് അവേഴ്സ്, ഇന്നു മുതൽ ഇന്ത്യ മഹാരാജ്യം നമ്മുടേതാണെന്ന്. അതിനു മുമ്പ് അങ്ങനെ പറയാനുള്ള ധൈര്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ രാജ്യം നമ്മുടേതാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാൻ, ഇന്ത്യ രാജ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അല്ലാമ ഇഖ്ബാൽ അതിമനോഹരമായി പറഞ്ഞത്, സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര, ഹം ബുൽബുലേ ഹൈ ഇസ്കി യേ ഗുലിസ്ഥാൻ ഹമാര. അതെ, ഈ ഇന്ത്യ സാരേ ജഹാം സേ അച്ഛാ, ലോകത്തെ എല്ലാ പ്രദേശത്തെക്കാളും നല്ലത് ഈ നാടാണ്. വൈവിധ്യങ്ങളുടെ പൂവാടിയായി മാറിയത് ഈ പൂന്തോട്ടം നമ്മുടേതാണ്. ഈ പൂന്തോട്ടത്തിലെ പൂമൊട്ടുകളാണ് നമ്മളെന്ന് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പാടിയത്. അതുകൊണ്ട് ഈ നാടിന്റെ പാരമ്പര്യത്തെ നിലനിർത്താൻ വേണ്ടിയായിരിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, ഈ പാരമ്പര്യത്തിനെതിരായി, ഏത് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ പാരമ്പര്യമൊന്നുമല്ല. ഈ പാരമ്പര്യം എന്ന് ഞാൻ പ്രത്യേകം ഊന്നി പറയുന്നത് എല്ലാ വിവിധ ജാതി മത വിശ്വാസ ആദർശങ്ങളെ നിലനിർത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സഹിഷ്ണുതയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൈതൃകം. ആ പൈതൃകത്തിൽ നിലനിൽക്കാനും അതിൽ അഭിമാനം കൊള്ളാനും നമുക്ക് കഴിയണം. ഞാൻ എൻ്റെ ഹൃദയം നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെച്ച പോലെ പ്രസംഗിക്കാൻ, ഈ വിഷയം ഇത്രമേൽ ഗൗരവത്തോടെ ഉണർത്താൻ കാരണം അത്രമേൽ ഈ സമുദായത്തിന്റെ മുമ്പിൽ ഇതൊരു വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതൊരു സമുദായവും പോയിട്ടില്ല അല്ലേ? ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ഒരു ജനതയുടെ പീഡനമാണ് അല്ലാഹു ഓർമ്മിച്ചത്. ഒരു ജനതയുടെ പീഡനം. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, അഗ്നികുണ്ഡങ്ങൾ ഉണ്ടാക്കി വെച്ചവർ ശപിക്കപ്പെടട്ടെ. ആർക്കെതിരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ വിശുദ്ധമായ വചനം പറഞ്ഞവർക്കെതിരെ അഗ്നികുണ്ഡങ്ങൾ സൃഷ്ടിച്ചവർ.
വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സ്തുത്യർഹനും പ്രതാപിയുമായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാതെ ഒരു തെറ്റും ആ സമൂഹം ചെയ്തിട്ടില്ല. അതിൻ്റെ പേരിലുള്ള ശിക്ഷ, അതിൻ്റെ പേരിലാണ് ആ ജനത ശിക്ഷയേറ്റത്. ഏത് ജനത? ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടങ്ങളിലെ സമൂഹങ്ങൾ. ആ കഥ പറഞ്ഞിട്ടാണ് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ശരീരം പൊള്ളലേറ്റിട്ട് അസ്ഥികൂടങ്ങൾ പോലും പുറത്ത് കാണുന്ന വിധം ശരീരത്തിൽ മുറിവ് പറ്റിയിട്ട് ഓടി വന്നിട്ട് ഒന്ന് ദുആ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅ മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. എത്ര പീഡനങ്ങൾ നബിയെ, പീഡനങ്ങൾ സഹിക്കാനാവുന്നില്ല റസൂലേ, ഈ പീഡനങ്ങൾക്കെതിരെ ഒന്ന് ദുആ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോഴാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഖബ്ബാബേ, എത്ര പീഡനങ്ങൾ ഇതിനു മുമ്പും അനുഭവിച്ചിട്ടുണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ. അതുകൊണ്ട് ഖബ്ബാബ് ക്ഷമിക്കുക, അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഈ പരിശുദ്ധ മതം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അത് പറഞ്ഞു തീരുമ്പോഴാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ പരാമർശവും, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ സ്വർഗത്തിലേക്ക് കടക്കാമെന്നാണോ വിചാരം? ഇതിനു മുമ്പും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരുണ്ടായിട്ടുണ്ട്. ഒടുക്കം പ്രവാചകന്മാർ അവരുടെ പ്രിയപ്പെട്ട അനുയായികളോടൊപ്പം നിന്നുകൊണ്ട് വിറച്ച് പിടിച്ച കൈകളുമായി നിന്നുകൊണ്ട് മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം എന്ന് ചോദിച്ച സമയമുണ്ടായി. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം ഇപ്പോഴുണ്ടാകും, സമീപസ്ഥാണ്. എപ്പോഴും ആലോചിച്ചോളൂ, പീഡനങ്ങൾ വരുമ്പോഴൊക്കെ ആലോചിച്ചോളൂ. ഈ ഉമ്മത്ത് അവസാനം അതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ജീവിതത്തിലെ വിജയം നേടുക തന്നെ ചെയ്യും. ചരിത്രത്തിലെ ആ വിജയത്തെക്കുറിച്ച് മുഹമ്മദ് നബി പറഞ്ഞു വച്ചത് ഇങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവിനെ, ആ ശത്രുവാകുന്ന ജൂതനെ കല്ലുകൾ പോലും വിളിച്ചു പറയും, താൽ യാ മുഅ്മിൻ താൽ, ഏ സത്യവിശ്വാസി വരൂ, ഹാദാ യഹൂദിയുൻ, ഇവിടെ ഒരു ജൂതൻ നിൽക്കുന്നുണ്ട്, ഇവനെ പിടിച്ചോളൂ, ഇവനെ ശരിയാക്കിക്കോളൂ എന്ന് പറയുന്ന ഒരു കാലം. എന്താ കാലത്തിൻ്റെ അർത്ഥം? ഒരു പാറക്കല്ലിൻ്റെ ഇടക്കൊളിച്ചു പോയ ജൂതനെ കുറിച്ചല്ല. ലോകത്തെ സാങ്കേതിക വൈജ്ഞാനികതകൾ മുഴുവനും മുസ്ലിങ്ങൾ ഒരു കാലത്ത് കയ്യെത്തിപ്പിടിക്കുന്ന ഒരു കാലം വരുമെന്ന് മുഹമ്മദ് നബി വാഗ്ദാനം ചെയ്യുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജനതയുടെ നേതൃത്വം, ഇമാം മഹ്ദിയിൽ അവസാനിക്കുന്ന നേതൃത്വം, അത് ഈ ഉമ്മത്തിന്റെ പ്രതീക്ഷയാണ്. അന്ന് ലോകത്തെ വൈജ്ഞാനിക ശക്തി മുസ്ലിങ്ങളാകും. അന്ന് ലോകത്തെ സാങ്കേതിക പരിജ്ഞാനങ്ങളുടെ ശേഷിയും മുസ്ലിങ്ങളുടെ കയ്യിലാകും. അന്നത്തെ ഈ ശക്തി വികാസത്തിന്റെ മുമ്പിൽ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക വിരുദ്ധ ചേരിക്ക് അവസാനം സംഭവിക്കാൻ പോകുന്ന അവസ്ഥയാണ് മുഹമ്മദ് നബി പറഞ്ഞു വച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓടിയെടുക്കുന്ന ജൂതനെ പാറക്കല്ലുകൾ പോലും മാറ്റിത്തരും. ഇതാ ജൂതനെന്ന് പറയുമെന്ന് ഹബീബായ റസൂൽ. സത്യമല്ലാത്തതൊന്നും ആ നാവിന്റെ തുമ്പിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ വിശ്വസിക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദര. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതാണ് ഈ ഹദീസ്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതാണ് ഈ ഹദീസ്. വിശ്വസിക്കാം, 100% ഉറപ്പിക്കാം, നാളെ ഒരു ജയം തീർച്ചയാണ്. നാളെ ഒരു ജയം. ഈ പീഡനങ്ങൾ അവസാനിക്കും. نريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. പീഡനങ്ങളുണ്ടോ? നാളെ ഒരു വിജയം ഉറപ്പാണ്. ക്ഷമിക്കാനുള്ള ബോധമാണ് ഉണ്ടാകേണ്ടത്. ക്ഷമിക്കണം, സഹിക്കണം. അള്ളാഹു രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. അള്ളാഹു രക്ഷപ്പെടുത്തും. അതിന് നമ്മൾ നമ്മുടെ സഹോദരന്മാരായ നമ്മുടെ നാട്ടിലെ ഈ പാവപ്പെട്ട സഹോദരന്മാർ, പ്രത്യേകിച്ചും നമ്മെ ഈ മതവുമായി കടന്നു വന്നപ്പോൾ സ്വീകരിക്കാൻ മനസ്സ് കാട്ടിയവരായ മഹാമനസ്കരായ ഹിന്ദു സഹോദരന്മാർ, നമ്മുടെ അയൽവാസികൾ, ആ സഹോദരന്മാരോടൊരു കാരണവശാലും അവിവേകം പ്രവർത്തിച്ചേക്കരുത്. അവർ ഈ നാടിൻ്റെ ഉപ്പാണെങ്കിൽ ഈ നാട്ടിലേക്ക് കടന്നു വന്ന് അതേ വർഗമെന്ന നിലയിൽ തന്നെ നിന്നുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടാനും ഇസ്ലാമിക ജീവിതം നയിക്കാനും അള്ളാഹു തന്നതാണ് നമുക്കുള്ള സൗഭാഗ്യം. അതുകൊണ്ട് ഈ നാടിനെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അല്ലെങ്കിലും സാമൂഹികമായി അങ്ങനെ ഒരവസ്ഥയും കൂടി ഉണ്ടല്ലോ. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? വഅബ്ദുല്ലാഹ, ഒറ്റ ആയത്തും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വൽ ജാരി ദിൽ
ഖുർബാ വൽ ജാരിൽ ജുനുബ് വസാഹിബി ബിൽ ജംബ് വബിനിസ് സബീൽ വമാ മലകത് ഐമാനുകും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ. അതിലൊറ്റ ആയത്തിന്റെ അർത്ഥം, ഒറ്റ ഭാഗം ഞാൻ അർത്ഥം വെക്കണുള്ളൂ. മറ്റൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചർച്ചയുണ്ട്. വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ് വസ്സാഹിബി ബിൽ ജംബ്. അല്ലാഹു പറയാ ഉബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിന് പകരക്കാരനെ കൂട്ടരുത്. വബിൽ വാലിദൈനി ഇഹ്സാനാ, ചെയ്യണം. ആരാണ്? തൊട്ടടുത്ത അയൽവാസി, പക്ഷേ മറ്റേതെങ്കിലും വിഭാഗങ്ങളിൽപ്പെട്ട അയൽവാസി. അതുപോലെ തന്നെ കൂടെ യാത്ര ചെയ്യുന്നവൻ കൂടെ യാത്ര ചെയ്യുന്നവൻ യാത്രക്കാരൻ, തന്റെ സഹയാത്രികൻ, തന്റെ അയൽവാസി, അവൻ ആരെന്നതൊന്നും അള്ളാഹു ഇവിടെ പരാമർശിച്ചില്ല. നിന്റെ ബന്ധുവായ അയൽക്കാരൻ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഏത് വിഭാഗത്തിൽപ്പെട്ട അയൽക്കാരൻ, ആ അയൽക്കാരൻ നന്മ ചെയ്യൽ നിന്റെ ബാധ്യതയാണ്. ഈ ആയത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാർ ഹത്താ ളനൻതുഹു അന്നഹു സയുവരിസു. ജിബ്രീൽ ഇങ്ങനെ വസിയത്ത് ചെയ്തുകൊണ്ട് ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഞാൻ വിചാരിച്ചു പോയി, അയൽവാസിയുടെ കാര്യത്തിലുള്ള ഈ ഉപദേശം ഒടുക്കം പിന്നെ അവന് അനന്തരാവകാശത്തിന്റെ സ്വത്ത് വീതിച്ചു കൊടുക്കണമെന്നെങ്ങാനും ജിബ്രീൽ പറഞ്ഞേക്കുമോ എന്ന് ഞാൻ ധരിച്ചു പോകുന്നിടത്തോളം വരെ എത്തിയെന്ന് മുഹമ്മദ് നബി. ആരാ അയൽവാസി എന്നൊന്നും പറഞ്ഞില്ല. ഏത് അയൽവാസിയാകാം, മുസ്ലിം ആകാം, ഹിന്ദുവാകാം, ക്രിസ്ത്യാനിയാകാം, ജൂതനാകാം. പക്ഷേ അവനെ കുറിച്ച് ഇങ്ങനെ നന്മ ചെയ്യണമെന്ന് പറഞ്ഞു വന്നപ്പോ, ജിബ്രീലിന്റെ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി. ഹത്താ വനന്തു, ഞാൻ ഭാവിച്ചു പോയി, ഞാൻ വിചാരിച്ചു പോയി. പറഞ്ഞ് അവസാനം ജിബ്രീൽ പറഞ്ഞേക്കുമോ ഈ അയൽവാസിക്ക് മക്കൾക്ക് കൊടുക്കുന്നത് പോലെ അനന്തരാവകാശത്തിന്റെ സ്വത്ത് കൊടുക്കണമെന്നെങ്ങാനും പറഞ്ഞേക്കുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി എന്ന് മുഹമ്മദ് റസൂൽ. നീ മുസ്ലിമാകണമെങ്കിൽ തന്നെ ഇത് ആവശ്യമാണ്. ഒരിക്കൽ റസൂൽ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ, ആരും മുഅ്മിനാകൂല. ഹബീബ് പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൻ, ആരാണ് അയാൾ? ആരാണെന്ന് പറയാതെയാണ് റസൂൽ പറഞ്ഞത് വല്ലാഹി ലാ യുഅ്മിൻ. നബി തിരുമേനി പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖ, അയൽവാസി ഇവന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിർഭയനാകാതിരിക്കുന്നിടത്തോളം കാലം ഇയാളെ വിശ്വാസി എന്ന് വിളിക്കാനാവൂല. സ്വന്തം അയൽക്കാരന് അതിർത്തി കട്ടേക്കുമോ എന്ന് പേടിയുണ്ടെങ്കിൽ നീ മുസ്ലിമല്ല, നീ ശരിയായ മുഅ്മിനല്ല. സ്വന്തം അയൽക്കാരന് നീ പാരവച്ചേക്കുമോ എന്ന പേടിയുണ്ടെങ്കിൽ നീ മുഅ്മിനല്ല. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ലാ യഅ്മനു ജാറുഹു ബവാഇഖ. ഇവന്റെ ബുദ്ധിമുട്ടുകളുടെ കാര്യത്തിൽ എപ്പോഴാണോ ഒരു അയൽവാസി വിശ്വസ്തനായി മാറുന്നത്, ഇവന്റെ കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല, ഇവനൊരു കാരണവശാലും എന്നെ ചതിക്കില്ല, എൻ്റെ മാന്യനായ അയൽക്കാരനാണെന്ന് പറയുന്നിടത്തോളം ഒരു അയൽവാസി എത്തുന്നത് എപ്പോഴാണോ അപ്പോഴേ ഒരാൾക്ക് മുഅ്മിനാകാനാകൂ എന്ന് മുഹമ്മദ് നബി. നീ നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അബൂദറിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അബാദർ, യാ അബാദർ, ഏ അബൂദർ, ഇദാ തബഖ്ത മർഖതൻ, വീട്ടിലെന്തെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഫഅക്തിർ മാഅഹ, വെള്ളം കുറച്ച് കൂട്ടി വെച്ചോ. അതിന് മാത്രം ആട്ടിറച്ചിക്ക് ഇങ്ങനെ കിലോ കണക്കിന് തൂക്കം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ചാറുണ്ടാക്കിക്കോ. എന്തിനാ? വതആഹദ് ജിറാനക്, നിന്റെ അയൽവാസിക്ക് കൂടി ഒരു പരിഗണന കൊടുത്തേക്കണം എന്ന് മുഹമ്മദ് നബി. നീ ഫ്ലാറ്റ് ഉണ്ടാക്കി, കൂടുണ്ടാക്കി, ഇങ്ങനെ ചുരുങ്ങിയപ്പോൾ അയൽപ്പക്ക ബന്ധമില്ലെങ്കിൽ ഈ അയൽപ്പക്ക ബന്ധങ്ങളിലൂടെയും
ഈ നമ്മുടെ നാടിൻ്റെ വർഗീയാന്ധതയെ മാറ്റിയെടുക്കാനാകും. കാരണം നിന്റെ അയൽവാസിയായ ഹിന്ദു സഹോദരന് നീ നിന്റെ വീട്ടിൽ കൊണ്ടുവരുന്ന പലഹാരത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കുമ്പോൾ പുണ്യനബി അതും പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വീട്ടിലേക്ക് മധുരപലഹാരം വാങ്ങുമ്പോൾ അയൽപ്പക്കത്തെ വീട്ടിലെ കൊച്ചുമക്കളെ കൂടി നീ കണ്ടേക്കണേ, അവന് കൂടി നീ കരുതി വെക്കണേ. അങ്ങനെ കരുതി വെക്കാൻ നിനക്കായിട്ടില്ലെങ്കിൽ നീ ഒരൊറ്റ കാര്യം ചെയ്യണേ, നീ നിന്റെ വീടിൻ്റെ അകത്തളത്തിൽ കൊണ്ടുപോയി നിന്റെ പൊന്നോമന മക്കൾക്ക് നീ ഈ പലഹാരം കൊടുത്തിട്ട് അവിടെ വച്ച് തന്നെ അതിനെ തീറ്റിപ്പിച്ചിട്ട് നീ പുറത്തേക്ക് വിടണേ. ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോൻ നീ കൊണ്ടുവന്ന മധുരപലഹാരത്തിൻ്റെ പൊതിയുമായി ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ വീടിൻ്റെ മുമ്പിൽ ചെന്ന് ആ സഹോദരൻ്റെ കുട്ടിയെ വിഷമിപ്പിച്ചാൽ നിന്റെ അയൽവാസിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കണക്കാക്കണേ എന്ന് മുഹമ്മദ് നബി. ഇതിനേക്കാളും നല്ല വർത്താനം ഇനി ലോകത്താരാണ് ഈ പറയേണ്ടത്? വീട്ടിൽ കൊണ്ടുപോയി, അതാണ് നീ മധുരപലഹാരം വാങ്ങുമ്പോൾ, നീ പഴവർഗ്ഗങ്ങൾ വാങ്ങുമ്പോൾ തൊട്ടയൽപ്പക്കത്തെ വീട്ടിലെ കൊച്ചുമോന് കൂടി അതിലൊരു ഭാഗമുണ്ടാകണം. അവൻ്റെ സന്തോഷം നിന്റെ അയൽവാസിയുടെ സന്തോഷമാണ്. ഇല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക പരാധീനതയാണ് നിന്റെ മുമ്പിലുള്ളതെങ്കിൽ നീ വാങ്ങിയിട്ടത് കൊണ്ടുപോയി നിന്റെ കൊച്ചുമോന് കൊടുക്കുമ്പോൾ അത് വീട്ടിൽ നിന്ന് തിന്നിട്ടല്ലാതെ അവനെ പുറത്തു വിടരുതേ. വിട്ടാൽ അവൻ ഈ ചെറിയ കഷ്ണവുമായി ചെന്നാൽ നിന്റെ അയൽക്കാരൻ്റെ ബുദ്ധിമുട്ട് വലുതാണ്, അവൻ്റെ മാനസിക വിഷമം വലുതാണ്. അതുകൊണ്ട് നീ അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ വിശ്വമഹാഗുരു മുഹമ്മദ് റസൂൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ജീവിതം അതന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ രാജ്യത്തിൻ്റെ ഈ മാതൃകയിൽ നമ്മൾ കാണേണ്ടതും അതാണ്. നമ്മൾ മുസ്ലിമാകണം, പക്ഷേ മറ്റുള്ളവരെ സ്നേഹിക്കണം. പിന്നെ വക്കീൽ കുറേ ഭരണഘടനയുടെ കുറച്ച് ഭാഗങ്ങൾ എഴുതുന്നേക്കണം. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ദി ലോ, അതായത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമാണ്. അത് ഈ ദീൻ പഠിപ്പിച്ചതാണ്. വൈദാ ഹക്കംതും ബൈനൻ നാസ് അൻ തഹ്കുമൂ ബിൽഅദ്ൽ, നീതിപൂർവകമായിരിക്കണം നിങ്ങൾ വിധി നടപ്പിലാക്കേണ്ടത്. അവിടെ മുമ്പിൽ നിൽക്കുന്നത് ജൂതനോ ക്രൈസ്തവനോ മുസ്ലിമോ എന്ന് നോക്കാതെ വിധി നടപ്പിലാക്കിയിട്ട് കാട്ടിത്തന്നത് മുഹമ്മദ് റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ത്യയുടെ ഭരണഘടനയുടെ 14ാമത്തെ അനുച്ഛേദം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മുടെ പിന്നെ മൗലികാവകാശ തത്വങ്ങളുടെ 14ാം അനുച്ഛേദം അത് പഠിപ്പിക്കുന്നു. അതിൻ്റെ 25ാം അനുച്ഛേദം പറയുന്നത് ഇതാണ്: ആരും ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻടൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്. ആർക്കും ഇവിടെ ഏത് വിശ്വാസമായിട്ട് ജീവിക്കാം. മതം വേണ്ടാന്നും പറയാം, മതം വേണമെന്നും പറയാം. മതം മാത്രം മതി എന്ന് ആർക്കും പറയാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു മതം മാത്രം മതി എന്നും പറയാനാവില്ല. മതം ഇല്ലാത്തതിനോട് ജീവിക്കാം. കമ്മ്യൂണിസ്റ്റുകാരനും ആവാം, ഇവിടെ ഹിന്ദുവിനും ആകാം, മുസ്ലിമിനും ആകാം, ആർക്കും ജീവിക്കാം. മാത്രമല്ല, ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻടൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ദ റൈറ്റ് ഫ്രീലി ടു പ്രാക്ടീസ് പ്രഫേഴ്സ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. അവൻ്റെ മതം ആചരിക്കാനും അനുഷ്ഠിക്കാനും മാത്രമല്ല, ഇന്ത്യയുടെ പാർലമെന്റിന്റെ തൊട്ടു മുമ്പിൽ പോയി നിന്ന് ഇങ്ങനെ വഴല് പറയാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമേ ഉള്ളൂ. എന്താ ഇവിടെ നിന്ന് പ്രസംഗിക്കല്ല, ധൈര്യമായിട്ട് സൗദി അറേബ്യ പോയി പ്രസംഗിച്ചു നോക്കിയേ, വിവരം അങ്ങോട്ട് അറിയും. ഈ മാതിരിയൊക്കെ പ്രസംഗിച്ചാൽ വിവരം അറിയും. അവിടെ പോയി ഒരു കുത്തുബിയത്ത് കഴിക്കാൻ നേർച്ചയാക്കി നോക്കിയേ, നേർച്ചാണോ നോക്കിയാൽ മതി, ഇവിടെ വന്നിട്ട് ചെയ്താൽ മതിയാവും. എന്താ കാരണം? യാ ഗൗസി യാ മുഹിയുദ്ദീൻ ഒറ്റവട്ടം വിളിക്കേണ്ടി വരുള്ളൂ, 1000 വട്ടം വിളിക്കണം. പക്ഷെ ഒറ്റവട്ടം വിളിക്കുമ്പോഴേക്കും സൗദി ഇന്റലിജൻസ് അറിയും, കൊണ്ടുപോകും. ഇവിടെയോ? ഇവിടെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇന്ത്യ ഈ ജനാധിപത്യ ഐശ്വര്യങ്ങളിൽ ജീവിക്കണം. അത് ആരുടെ ബാധ്യതയാണ്? എൻ്റെ ബാധ്യതയാണ്. പറയൂ, എൻ്റെ ബാധ്യതയാണ്. ഇന്ത്യ ഈ മതേതര ജനാധിപത്യ ഐശ്വര്യങ്ങളിൽ ജീവിക്കണം. അത് ആരുടെ ബാധ്യതയാണ്? എൻ്റെ ബാധ്യതയാണ്. ചെറുപ്പക്കാരെ പറയൂ, എൻ്റെ ബാധ്യതയാണ്. നമുക്ക് ഈ നാടിനെ സ്നേഹിക്കാം, ഈ നാട്ടിലെ മുഴുവൻ ഐശ്വര്യങ്ങളെയും നിലനിർത്താം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മണ്ണിൻ്റെ എല്ലാ നന്മയോടും കൂടെ ജീവിക്കാൻ, നമുക്കും മറ്റിതര സഹോദരന്മാർക്കും ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.